പ്രിയ ഉദ്യോഗാർത്ഥികളെ, ഹോപ്സിന് മറ്റൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കിന്ന് മാത്സിലെ ചില മുൻകാല ക്വസ്റ്റ്യൻസും അതിൻ്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്യാം. അപ്പോൾ ഒന്നാം ക്വസ്റ്റിലേക്ക് പോകാം. ഒരു ഇലക്ഷനാണ്. അവിടെ 2 പേർ മാത്രം മത്സരിക്കുന്നു. അവിടെ കിട്ടിയ പോൾ ചെയ്ത വോട്ടുകളുടെ ആകെ എണ്ണത്തിനകത്ത് 150 വോട്ട് അവിടെ അസാധുവായിരുന്നു. അതിൽ ബാക്കിയുള്ള സാധുവായ വോട്ടിനകത്ത് 60% വോട്ട് കിട്ടിയ അയാൾ 420 വോട്ടിന് ഭൂരിപക്ഷം വിജയിച്ചുവെങ്കിൽ ചോദ്യം ഇതാണ്, അവിടെ പോൾ ചെയ്ത വോട്ടുകളുടെ ആകെ എണ്ണം എത്ര? ഇവിടെ പോൾ ചെയ്ത വോട്ടുകളുടെ ആകെ എണ്ണം കണ്ടെത്താൻ പറയുന്ന സമയത്ത് എന്ത് ചെയ്യാം? ഇവിടെ സാധുവായ വോട്ടുകളുടെ ആകെ എണ്ണം കണ്ടെത്തി അതിൻ്റെ കൂടെ അസാധുവായ വോട്ട് കൂടെ കൂട്ടുകയാണെങ്കിൽ മാത്രമേ പോൾ ചെയ്ത വോട്ടുകളുടെ ആകെ എണ്ണം കാണാൻ പറ്റൂ. സാധുവായ വോട്ടിൻ്റെ എണ്ണത്തിൻ്റെ കൂടെ അസാധുവായ വോട്ടുകളുടെ ആകെ എണ്ണമായ ഈ 150 കൂടി കൂട്ടുകയാണെങ്കിൽ മാത്രമേ വോട്ടുകളുടെ ആകെ എണ്ണം കാണാൻ പറ്റൂ. ഇവിടെ പറയുന്നു, ഇവിടെ സാധുവായ വോട്ടുകളുടെ ആകെ എണ്ണം എന്ന് പറയുമ്പോൾ ഒരു 100% കണക്കാക്കുകയാണെങ്കിൽ ആ 100%-നകത്ത് 60% കിട്ടിയാൽ വിജയിക്കുമെങ്കിൽ ഉറപ്പായിട്ടും തോറ്റയാൾ കിട്ടിയ വോട്ടുകൾ ആകെ എണ്ണം പറയാമോ? വോട്ടുകളുടെ ആകെ എണ്ണം എന്ന് പറയുന്നത് 100% എങ്കിൽ 60%-കാരൻ ജയിക്കുമെങ്കിൽ ഉറപ്പായിട്ട് ബാക്കി എത്ര ഉണ്ട്? ബാക്കിയുള്ള 40%-കാരായിരിക്കും പരാജയപ്പെട്ടത്. ഓക്കെ ആണോ? വിജയിച്ച ആൾ ജയിക്കാനുള്ള കാരണം എന്ന് പറയുമ്പോൾ പുള്ളിക്കാരന് തോറ്റ ആളെക്കാട്ടിൽ 420 വോട്ടിന് ഭൂരിപക്ഷമുണ്ട്. ഭൂരിപക്ഷം മീൻസ് അർത്ഥം വിജയിച്ച ആളുടെ വോട്ടുകളുടെ ആകെ എണ്ണമായ 60%-ൻ്റെയും തോറ്റവൻ്റെ വോട്ടുകളുടെ ആകെ എണ്ണമായ 40%-ന് നമ്മൾ വ്യത്യാസം കണ്ടെത്തുകയാണെങ്കിൽ വ്യത്യാസം എന്ന് പറയുമ്പോൾ ഈ ഭൂരിപക്ഷമായ 420 എന്ന് കിട്ടും. ശരിയല്ലയോ? 60 - 4 20 അല്ലയോ? അപ്പോൾ 20% എന്ന് പറയുമ്പോൾ 420 ആണെങ്കിൽ സാധുവായ വോട്ടിൻ്റെ 20% 420 ആണെങ്കിൽ സാധുവായ വോട്ടുകളുടെ ആകെ എണ്ണം കണക്കാക്കാൻ പറയുമ്പോൾ 100% കണ്ടെത്തിയാൽ പോരെ? കണ്ടെത്താം. 20% 420 ആണെങ്കിൽ 100% കാണുന്ന മാർഗം എന്തുവാ? അതാണ്ട് ഇങ്ങനെ ക്രോസ് ഗുണിച്ചാൽ പോരെ? 100 എന്ന് പറയുന്ന സംഖ്യ 420 കൊണ്ട് ഗുണിച്ചിട്ട് നമുക്ക് 20 കൊണ്ട് അങ്ങോട്ട് ഹരിക്കാം. ഹരിക്കുമ്പോൾ ഓരോരോ പൂജ്യങ്ങൾ വെട്ടിപ്പോകും. 2 × 21 ആണ് 41. 21 100 ഗുണിക്കുവാണ് 2100 ആണ് ഇവിടെ സാധുവായ വോട്ടുകളുടെ ആകെ എണ്ണമെങ്കിൽ എന്ത് കണക്കാക്കണം? പോൾ ചെയ്ത വോട്ടുകളുടെ ആകെ എണ്ണം കണക്കാക്കാൻ പറയുമ്പോൾ പോൾ ചെയ്ത വോട്ടുകളുടെ ആകെ എണ്ണം എന്ന് പറയുമ്പോൾ അവിടെ സാധുവായ വോട്ടുകളുടെ ആകെ എണ്ണത്തിൻ്റെ കൂടെ അസാധുവായ വോട്ടുകളുടെ ആകെ എണ്ണം കൂട്ടിയാൽ പോരെ. എന്ന് പറഞ്ഞാൽ സാധുവായ വോട്ടുകളുടെ ആകെ എണ്ണം 200, അസാധു വോട്ടുകളുടെ ആകെ എണ്ണം 150 ആണെങ്കിൽ തമ്മിൽ അങ്ങോട്ട് കൂട്ടിയാൽ എത്ര കിട്ടും? 2250 അവിടെയുള്ള പോൾ ചെയ്ത വോട്ടുകളുടെ ആകെ എണ്ണം. ഓക്കെ ആണല്ലോ. രണ്ടാം ക്വസ്റ്റിലേക്ക് പോകാം. ഒരു കച്ചവടക്കാരൻ അദ്ദേഹം വാങ്ങിച്ച വിലയ്ക്ക് തന്നെ സാധനം വിൽക്കുന്നു അവകാശപ്പെടുന്നു. പക്ഷേ ഒരു കസ്റ്റമർ വാങ്ങാൻ ചെല്ലുന്ന സമയത്ത് അദ്ദേഹം 1 കിലോഗ്രാമിൻ്റെ കട്ടിക്ക് പകരം 100 ഗ്രാം കുറച്ചുള്ള കട്ടിയാണ് വെക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് ലാഭം കാണാൻ പറയുക. നോക്കിക്കോണേ, നമ്മൾ കസ്റ്റമറാണ്, കടയിൽ പോയിട്ട് 1 കിലോഗ്രാം ആവശ്യപ്പെടുന്നു, അതായത് 1000 ഗ്രാം ആവശ്യപ്പെടുന്നു. അപ്പം കസ്റ്റമർ അറിയാതെ കച്ചവടക്കാരൻ എന്ത് ചെയ്യുന്നു? 100 ഗ്രാം കുറവുള്ള കട്ടി വെക്കുന്നു. കുറവ് മീൻസ് അർത്ഥം 1000 ഗ്രാം ആവശ്യപ്പെടുമ്പോൾ 100 വെച്ചാൽ ബാക്കി എത്ര ഉള്ളൂ പറ? 900 ഗ്രാമിൻ്റെ കട്ടി മാത്രമേ പുള്ളി യൂസ് ചെയ്യുന്നുള്ളൂ. എങ്കിൽ എന്ത് ചെയ്യാൻ പറയുക? അതേ ലാഭം കാണാൻ പറയില്ലയോ? ഈ 100 ഗ്രാം കുറയ്ക്കുന്ന കാര്യം കസ്റ്റമർ അറിയുന്നില്ലല്ലോ. ഉറപ്പായിട്ട് കസ്റ്റമർ 1000-ൻ്റെ പൈസ പേ ചെയ്യും. അങ്ങനെയാണെങ്കിൽ പുള്ളി നമുക്ക് 900 ഗ്രാം തരുന്നുള്ളൂ എന്ന് വെച്ചാൽ എന്ത് സംഭവിക്കുക? അദ്ദേഹത്തിന് 100 ഗ്രാമിൻ്റെ പൈസ എക്സ്ട്രാ കിട്ടുവാണല്ലോ. ആ 100 ഗ്രാമിൻ്റെ പൈസ എക്സ്ട്രാ കിട്ടുന്ന ആ സംഖ്യ എന്താക്കാൻ പറയുക? ശതമാനമാക്കാൻ പറയില്ലേ? നോക്കിക്കോണേ, അതായത് കച്ചവടക്കാരൻ 900 ഗ്രാം അദ്ദേഹം വിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് 100 ഗ്രാമിൻ്റെ പൈസ അധികമായിട്ട് കിട്ടുന്നുണ്ടെന്ന് അർത്ഥം. കിട്ടുന്ന ഈ സംഖ്യ ശതമാനമാക്കുന്നത് എങ്ങനെ? ഒരു 100 കൊണ്ട് ഗുണിച്ചാൽ മാത്രം പോരെ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? 900 അദ്ദേഹം വിൽക്കുന്ന സമയത്ത് 100 ഗ്രാമിൻ്റെ പൈസ എക്സ്ട്രാ കിട്ടുന്നു. സിമ്പിളാണ്. അതാണ്ട് ഈ 2 പൂജ്യങ്ങൾ മാത്രം വെട്ടിക്കളയാം. ബാക്കി = 100/9 എന്ന് വരും. 100 എന്ന് പറയുന്ന സംഖ്യ 9 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ 11 1/9 ആണ് ഇതിൽ ലാഭശതമാനം. ക്ലിയർ ആണല്ലോ? വളരെ സിമ്പിളാണ്. ഒരു കാര്യമില്ല. അദ്ദേഹം എത്ര ഗ്രാം കുറച്ച് 100 വർഷമെങ്കിൽ എത്ര ഗ്രാം കുറയ്ക്കുന്നുണ്ടോ കുറയ്ക്കുന്ന വെയിറ്റാണ് അദ്ദേഹത്തിൻ്റെ ലാഭം. അപ്പോൾ 100 ഗ്രാം ആണ്. ആ 100 ഗ്രാം ലാഭം ലഭിക്കാൻ വേണ്ടി പുള്ളി എത്ര ഗ്രാം വിൽക്കുന്നുണ്ട്? 900 വിൽക്കുന്നുള്ളൂ. അപ്പം 900 ലാഭം. അതിനെ 100 കൊണ്ട് ഗുണിച്ചാൽ മാത്രം മതി. ഉത്തരം 11 + 1/9%. ക്ലിയർ ആണല്ലോ? അടുത്ത ദിവസത്തിലേക്ക് പോകാം. ഒരാൾ ഒരേ എമൗണ്ട് 5000 രൂപ 2 ബാങ്ക് നിക്ഷേപിക്കുന്നു. 2 ബാങ്ക് നിരക്ക് സെയിം ആണ്, 6% പക്ഷെ ഒരു ബാങ്ക് കാണുന്ന പലിശ എന്ന് പറയുമ്പോൾ അർദ്ധവാർഷികമായ കൂട്ടുപലിശയാണ്. രണ്ടാമത് ബാങ്കാണ് പലിശ എന്ന് പറയുമ്പോൾ പാദവാർഷിക കൂട്ടുപലിശയാണ്. അങ്ങനെയാണെങ്കിൽ 1 വർഷം കഴിയുമ്പോൾ 2 ബാങ്കിന് കിട്ടുന്ന പലിശകളുടെ വ്യത്യാസം കാണാൻ പറയുക. നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യമായിട്ട് ഈ എമൗണ്ടിന് 1 കൊല്ലത്തേക്കുള്ള അർദ്ധവാർഷിക കൂട്ടുപലിശയിലേക്ക് ലഭിക്കുന്ന എമൗണ്ട് കണക്കാക്കാം. അർദ്ധവാർഷികമായിട്ട് എമൗണ്ട് കാണുന്ന മാർഗം എന്തുവാ? അർദ്ധവാർഷിക എമൗണ്ട് കാണുന്ന മാർഗം ഇതാണ്. A = P × 1 +
r/2/100 എന്നാണ് അർത്ഥവാർഷികമായിട്ട് കൂട്ടുപലിശ കാണുന്ന മാർഗം. ഇവിടെ എ എന്ന് പറയുമ്പോൾ എമൗണ്ട് ആണ്, ലഭിക്കാൻ പോകുന്ന എമൗണ്ട് ആണ്. പി ഐ മീൻസ് പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്. ആർ എന്ന് പറയുമ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പെർ ഇയർ ആണ്. എൻ നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. അപ്പോൾ പി എമൗണ്ടിന് ഈ നിരക്കിൽ ഇത്ര കൊല്ലം കിട്ടുന്ന ആകെ എമൗണ്ട് ആണ് എ. ഓക്കെ ആണല്ലോ. നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് ഇവിടെ പിയുടെ വാല്യൂ എന്ന് പറയുമ്പോൾ 5000 രൂപയാണ്. പിയുടെ വാല്യൂ 5000 രൂപയാണ്. വർഷമെന്ന് പറയുമ്പോൾ 1 വർഷമാണ്. ഇവിടെ ആർ എന്ന് പറയുമ്പോൾ 6%. 6 എന്ന് പറയുമ്പോൾ = അപ്പോൾ 6% r/2 സമയം എത്ര = 6/2 എന്ന് പറയുമ്പോൾ = 3% കൊടുത്താൽ പോരെ. കൊടുക്കാം. ഇവിടെ പിക്ക് പകരം കൊടുക്കാം 5000 രൂപ ഇൻറ്റു 1 + r/2 എന്ന് പറയുമ്പോൾ ആറിൻ്റെ പകുതി 3. സോ 3/100 2 × n സമയം എത്ര 1 വർഷം എന്ന് കൊടുക്കാം. അപ്പോൾ = 5000 ഇൻറ്റു 3/100 കൂട്ടുകയാണെങ്കിൽ 100 ആ 100 കൂട്ടിയാൽ 103 /100 എന്ന് പറയുന്ന ആളുടെ ഹോൾ സ്കോർ ആണല്ലോ. അപ്പോൾ ഹോൾ സ്കോർ മീൻസ് അർത്ഥം ആ സംഖ്യ 2 പ്രാവശ്യം ഗുണിച്ചാൽ മതിയല്ലോ. ഓക്കെ ആണോ? 5000 എന്ന് പറയുന്ന സംഖ്യ ഈ 2 സംഖ്യയോട് ഗുണിച്ച് കിട്ടുന്ന ആൻസർ എന്ന് പറയുമ്പോൾ = 5304.5 എന്ന് ലഭിക്കും. ഓക്കെ ആണല്ലോ. ഇതേ എമൗണ്ടിനെ നമുക്ക് 1 വർഷത്തേക്കുള്ള പാദവാർഷികമായ എമൗണ്ട് കണക്കാക്കാം. പാദവാർഷികമായിട്ട് എമൗണ്ട് കാണുന്ന മാർഗം എന്ന് പറയുമ്പോൾ സമവാക്യം ഇതാണ്. A = P × 1 + r/4/100 4n എന്നാണ് സമവാക്യം. ഇവിടെയും പ്രിൻസിപ്പൽ എമൗണ്ട് സെയിം ആണ്. പി എന്ന് പറയുമ്പോൾ 5000 തന്നെയാണ്. ആർ എന്ന് പറയുമ്പോൾ 6% തന്നെയാണ്. വർഷം എന്ന് പറയുമ്പോൾ 1 വർഷമാണ് ആണല്ലോ. ഇവിടെ വേണ്ട എങ്ങനെയാണ്? 6 ഫുള്ള് വേണ്ട, r/4 വരെ. അപ്പോൾ 6 എന്ന് പറയുന്ന ആളുടെ വാല്യൂ 6 ആണെങ്കിൽ r/4ൻ്റെ വാല്യൂ എത്ര = r/4 എന്ന് പറയുമ്പോൾ 6/4 ആണ് = മുകളിലും താഴെ 2 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ 3/2 എന്ന് വരും. അപ്പോൾ r ന് പകരം 3/2 എന്ന് കൊടുക്കാം. വാല്യൂ കൊടുത്തു നോക്കാം. പിക്ക് പകരം കൊടുക്കാം 5000 ഇൻറ്റു 1 + r/4 എന്ന് പറയുമ്പോൾ 3/2/100 എന്ന് കൊടുക്കാം. 4 × n = 1 എന്ന് കൊടുക്കാം. = 5000 ഇൻറ്റു 1 + ഈ 3/2 താഴേക്ക് എന്ത് സംഭവിക്കും? താഴേക്ക് പോവുകയാണെങ്കിൽ 3/200 200 എന്ന് വരും. 4 എന്നും വരും. ഓക്കെ ആണല്ലോ. = 5000 എന്ന് പറയുന്ന സംഖ്യയെ ഇവ തമ്മിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ 200 × 1 200 ആണ്. +3 കൂട്ടിയാൽ 203/200 എന്ന് പറയുന്ന സംഖ്യ ⁻4 ആണല്ലോ. ⁻4 മീൻസ് അർത്ഥം ഈ സംഖ്യയെ 1 2 3 4 4 ടൈംസ് ഗുണിച്ചാൽ മാത്രം പോരെ. അപ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറയുമ്പോൾ = 5306.8 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. 1 വർഷം കൊണ്ട് കിട്ടിയ അർദ്ധവാർഷിക എമൗണ്ട് എന്ന് പറയുമ്പോൾ ഇത്രയുമാണ്. പാദവാർഷികം ഇത്രയുമാണെങ്കിൽ എന്ത് കാണാൻ പറയുക? ഈ 2 എമൗണ്ടുകളുടെ വ്യത്യാസം കാണാൻ പറയില്ലയോ? എമൗണ്ട് വ്യത്യാസം കാണുന്ന മാർഗ്ഗം ഏതാ? ഇവിടെ വലിയ എമൗണ്ട് ഏതാണ്? 5306 ആണ്. 5306.8 ആരെ കുറച്ചാൽ മതി? 5304.5 കുറച്ചാൽ പോരെ. 8 5 കുറച്ചാൽ 3 ആണ്. 6 4 കുറച്ചാൽ 2 ആണ്. ഉത്തരം 2.3 ആണ്. 2 നിരക്കുകളുടെ വ്യത്യാസം. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. 4ാം ക്വസ്റ്റിലേക്ക് പോകാം. 2 തീവണ്ടികൾ നീളങ്ങൾ യഥാക്രമം 110 130 മീറ്ററുമാണ്. 2 തീവണ്ടിയും യഥാക്രമം 80 km/മണിക്കൂർ, 62 km/മണിക്കൂർ വേഗതയിൽ ഒരേ ദിശയിൽ 2 സമാന്തരപാതയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ അതിൽ വേഗത കൂടിയ തീവണ്ടിക്ക് വേഗത കുറഞ്ഞ തീവണ്ടിയെ മറികടക്കുവാൻ വേണ്ട സമയം കാണാൻ പറയുക. തീവണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട് മറികടക്കേണ്ട സമയം കണ്ടെത്താൻ പറയുന്ന ഏത് ക്വസ്റ്റ്യൻ കണക്കാക്കേണ്ടി വരികയാണെങ്കിലും ഒരു ഒറ്റ സമവാക്യം മാത്രം പഠിച്ചാൽ മതി. ഈ തീവണ്ടികളുടെ നീളമെന്ന് പറയുമ്പോൾ യഥാക്രമം L1 L2 ആണെന്നിരിക്കട്ടെ. വേഗത യഥാക്രമം S1 S2 ആണെന്നിരിക്കട്ടെ. ഈ തീവണ്ടികൾക്ക് പരസ്പരം മറികടക്കുവാനുള്ള സമയം ടൈം കണ്ടെന്ന് ചോദിക്കുവാണെങ്കിൽ ഈ ഒരു സമവാക്യം മാത്രം പഠിച്ചു വെച്ചോ. സമവാക്യം ഇതാണ്. L1 + L2 / S1 ± S2 എന്നാണ് സമവാക്യം. സമവാക്യം ക്ലിയർ ആയാലോ? L1 + L2 / S1 ± S2. ഓക്കെ ആണല്ലോ. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. വരയ്ക്ക് താഴെ പ്ലസും വരാം മൈനസും വരാം. എപ്പോൾ വരും?
തീവണ്ടികൾ പരസ്പരം പോകുന്ന സമയത്ത് ഈ രണ്ട് തീവണ്ടിയും സമാന്തര പാതയാണെങ്കിൽ പരസ്പരം വിപരീതമായിട്ടും പോകാം, ഒരേ ദിശയിലും പോകാം. എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് ആയിട്ടും പോകാം, അതുപോലെ സെയിം ആയിട്ടും പോകാം. ഓർത്തു വെച്ചോ, ഓപ്പോസിറ്റ് ആണെങ്കിൽ ചിഹ്നം പ്ലസ്, സെയിം ആണെങ്കിൽ മൈനസ്. ഓക്കെ ആണല്ലോ. ഓപ്പോസിറ്റ് പോവുകയാണെങ്കിൽ പ്ലസ്, സെയിം ആണ് മൈനസ്. ഇവിടെ എങ്ങനെ പോകുന്നു? സെയിം ആയിട്ട് പോവുകയാണല്ലോ. സെയിം ആയിട്ട് പോവുകയാണെങ്കിൽ ചിഹ്നം എന്തായിരിക്കും? പറ, L1 + L2 ഡിവൈഡ് ബൈ ഒരേ ദിശയാണ് എന്താ ചിഹ്നം എന്തായിരിക്കും? മൈനസ് അല്ലേ? താഴെ മൈനസ് കൊടുക്കാം. ഓക്കെ ആണല്ലോ. L1 + L2 ഡിവൈഡ് ബൈ S1 - S2 ആണ് സമവാക്യം. ഓക്കെ അല്ലേ? വാല്യൂസ് കൊടുക്കാം. L1 പകരം കൊടുക്കാം 110 മീറ്റർ പ്ലസ് L2 പകരം കൊടുക്കാം 130 മീറ്റർ ഡിവൈഡ് ബൈ S1 പകരം കൊടുക്കാം 80, S2 പകരം കൊടുക്കാം 62 ആണല്ലോ. ഇവിടെ ഈ രണ്ട് സംഖ്യ ദൂരങ്ങളാണ്, ദൂരം മീറ്ററിൽ പറയുന്നു. ഇവിടെ ഈ രണ്ട് സംഖ്യകൾ സ്പീഡാണ്, സ്പീഡ് എന്തിൽ പറയുന്നു? km/മണിക്കൂർ ആയിട്ടും പറയുന്നു. ലഘൂകരിക്കാം. 110ഉം 130 ആഡ് ചെയ്താൽ എത്ര കിട്ടും? 240 എന്ന് വരും. ഓക്കെ ഇല്ലയോ? താഴെ 80 - 62 എത്ര ഈക്വൽ ടു എത്ര കിട്ടും? 18 എന്ന് വരും. ഓക്കെ ആണോ? ഇവിടെ ദൂരം എന്തിൽ കിടക്കുന്നു? മീറ്റർ ആണ്, വേഗതയാണ് km/മണിക്കൂർ ആയിട്ടും കിടക്കുന്നു. ഓർക്കേണ്ട കാര്യം, ദൂരമെന്ന് പറയുന്ന സംഖ്യയെ വേഗത കൊണ്ട് ഹരിക്കണമെങ്കിൽ ദൂരത്തിൻ്റെയും വേഗതയുടെയും യൂണിറ്റുകൾ സെയിം ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ദൂരം മീറ്ററിൽ പറയുന്ന സമയത്ത് വേഗതയും മീറ്ററിൽ പറയുകയാണെങ്കിൽ മാത്രമേ മീറ്ററിനെ മീറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ km/മണിക്കൂർ കിടക്കുന്ന ഈ വേഗത എങ്ങനെ മീറ്റർ/സെക്കൻഡ് ആക്കും? ഓർത്തു വെച്ചോ, 1 km/മണിക്കൂർ എന്ന് പറയുന്ന വേഗതയെ മീറ്റർ/സെക്കൻഡ് ആക്കേണ്ടി വരികയാണെങ്കിൽ ഓർക്കുക, നിങ്ങൾ അതിനെ 5/18 കൊണ്ട് ഗുണിച്ചാൽ മതി. എന്ന് പറഞ്ഞാൽ ഈ 18 km/h എന്ന് പറയുന്ന ഈ വേഗതയെ 5/18 കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ മാത്രമേ ആ വേഗത മീറ്റർ/സെക്കൻഡ് ആകത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ മുകളിൽ കിടക്കുന്ന 240 എന്ന് പറയുന്ന മീറ്ററിന് യാതൊരു മാറ്റവുമില്ല. താഴെയുള്ള 18 എന്ന് പറയുന്ന സംഖ്യ ഞാൻ ഒരു 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? അത് മീറ്റർ/സെക്കൻഡ് ആയിട്ട് മാറിക്കോളും. ഓക്കെ ആണല്ലോ. ഇപ്പോൾ നോക്ക്, മുകളിൽ മീറ്റർ, താഴെ മീറ്റർ ആണല്ലോ, വെട്ടിക്കളയാം. ഇതാണ്ടേ ഈ 18ഉം ഈ 18 വെട്ടിപ്പോയി. ബാക്കി എത്ര മാത്രമേ ഉള്ളൂ? 240 എന്ന് പറയുന്ന സംഖ്യ 5 കൊണ്ട് ഹരിക്കണം. 240/5 = 5ന്റെ 4 മടങ്ങാണ് 20, 5ന്റെ 8 മടങ്ങ് 40. ഉത്തരം എത്ര കിട്ടും? 48 എന്ന് വന്നു. ഈ 48 എന്ന് പറയുന്ന ഈ സംഖ്യ മണിക്കൂറാണോ, മിനിറ്റ് ആണോ, സെക്കൻഡ് ആണോ? ഓർക്കുക, ദൂരം മീറ്റർ ആണ്, വേഗത മീറ്റർ/സെക്കൻഡുമാണെങ്കിൽ സമയം എന്ത് ലഭിക്കത്തുള്ളൂ? സെക്കൻഡ്. ഉത്തരം അതുകൊണ്ട് 48 മീറ്റർ/സെക്കൻഡ് കിട്ടും. ഓക്കെ ആണല്ലോ. ഈ ഒരു കേസ് ഓർക്കണം. ഈ ട്രെയിനുകളുടെ കേസിൽ മറികടക്കേണ്ട ക്വസ്റ്റ്യൻ ഏത് വന്നാലും സമവാക്യം ഒന്ന് മാത്രമേ ഉള്ളൂ. L1 + L2 ഡിവൈഡ് ബൈ S1 ± S2 ആണ്. ഓർക്കണം, ട്രെയിനുകൾ ഓപ്പോസിറ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ വരയ്ക്ക് താഴെ പ്ലസ് കൊടുക്കുക, ഒരേ ദിശയിൽ പോവുകയാണെങ്കിൽ മൈനസ്, ഓപ്പോസിറ്റ് ആണെങ്കിൽ പ്ലസ്, സെയിം ആണെങ്കിൽ മൈനസ്. ക്ലിയർ ആണല്ലോ. അടുത്ത ദിവസത്തിലേക്ക് പോകാം. ഒരു ക്രിക്കറ്റുകാരൻ തൻ്റെ 10ാമത്തെ ഇന്നിങ്സിൽ 100 റൺസ് അടിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരാശരി 8 റൺസ് കൂടിയെങ്കിൽ പുതിയ ശരാശരി കാണാൻ പറയുക. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ 10ാമത്തെ ഇന്നിങ്സിൽ 100 റൺസ് അടിച്ചു. 10ാമത്തെ ഇന്നിങ്സ് കളിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പുള്ളി ആദ്യമായിട്ടൊരു 9 ഇന്നിങ്സ് കളിക്കണം. അപ്പോൾ 9 ഇന്നിങ്സ് കളിക്കുമ്പോൾ ഉറപ്പായിട്ട് 9 ഇന്നിങ്സിൽ ആവറേജ് റേറ്റ് ഉണ്ടല്ലോ. 9 ഇന്നിങ്സിൽ എത്രമാത്രം പുള്ളിക്കാരൻ ശരാശരി റൺസ് ഉണ്ടായിരുന്നോ അതിനെക്കാട്ടി എന്ത് ചെയ്തു? ഒരു 8 റൺസ് ഇപ്പോൾ കൂടി എന്ന അർത്ഥം. എങ്കിൽ കാണാൻ പറയുക ഈ 10 ഇന്നിങ്സിൽ ആകെ ശരാശരി കാണാൻ പറയുക. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ എളുപ്പത്തിൽ കാണുന്ന മാർഗം നോക്കിക്കോ. സമവാക്യം ഇതാണ് നോക്കിക്കോണം. പുതിയ ശരാശരി കാണാൻ ചോദിക്കുവാണെങ്കിൽ കാണാൻ സമവാക്യം ഇതാണ്. പുതിയ സ്കോറെ മൈനസ് പഴയ എണ്ണം ഇൻറ്റു ശരാശരി വ്യത്യാസം. പുതിയ സ്കോർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ 100 പുതിയ സ്കോർ. പഴയ എണ്ണം എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം എത്ര മാച്ചായി? 10 മാച്ചായില്ലയോ? തൊട്ട് മുമ്പ് പറയുകയാണെങ്കിൽ 9 ആണ് നമ്മുടെ പഴയ എണ്ണം. ഇനി വ്യത്യാസം എത്ര ആയിരിക്കും? 8 ആയിരിക്കും. വില കൊടുത്തു നോക്കാം. പുതിയ സ്കോർ എന്ന് പറയുമ്പോൾ 100 ആണ്, മൈനസ് പഴയ എണ്ണം എന്ന് പറയുമ്പോൾ പുതിയ എണ്ണം 10 ആണ്. എത്ര? പഴയ എണ്ണം 9 ആണ്. 9 ഇൻറ്റു ശരാശരി വ്യത്യാസം എത്ര? 8 എന്നും കൊടുക്കാം. ഇവിടെ ഓർക്കേണ്ട ഒരു പോയിന്റ്, എപ്പോഴെങ്കിലും ശരാശരി വ്യത്യാസം കുറഞ്ഞു എന്ന് പറയുകയാണെങ്കിൽ ഈ 8 എന്ന് പറയുന്ന സംഖ്യ മൈനസ് ആയിരിക്കണം. വ്യക്തമായോ? ശരാശരി കുറഞ്ഞു എന്ന് പറയുകയാണെങ്കിൽ വ്യത്യാസം നെഗറ്റീവ് ആയിരിക്കണം. ശരാശരി കൂടി എന്ന് പറയുവാണെങ്കിൽ പ്ലസ് ആയിരിക്കും. കൂടി എന്ന് പറഞ്ഞതിൻ്റെ ആവശ്യമില്ലല്ലോ. കുറഞ്ഞു എന്ന് പറയുകയാണെങ്കിൽ മാത്രം ചിഹ്നം കൊടുത്താൽ മതി. കുറഞ്ഞു എന്ന് പറഞ്ഞാൽ മൈനസ് ആണ്. ഇവിടെ എന്ത് ചെയ്ത്? കൂടിയല്ലോ. കൂടി വെച്ചതിന് ആവശ്യമുണ്ടോ? വേണ്ട.
ഗുണിച്ചു നോക്കാം. 100 മൈനസ് 9/8 72. 100 മൈനസ് കുറച്ചെത്തിട്ടും പറ 28 കിട്ടും എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഈ 10 ഇന്നിങ്സ് വരെയുള്ള ശരാശരി തലയ്ക്കും പറ 28 റൺസ് ആയിരിക്കും. ഓക്കെ ആണോ? അടുത്ത പോകാം. ഒരു ചതുരത്തിൻ്റെ പരപ്പളവ് 24 സെൻറ്റിമീറ്റർ സ്ക്വയറാണ്. ഇതിൻ്റെ പരപ്പളവ് 24 സെൻറ്റിമീറ്റർ സ്ക്വയറായിരുന്നു. ഇതിൻ്റെ നീളവും വീതിയും 2 മടങ്ങ് ആക്കുകയാണെങ്കിൽ ലഭിക്കുന്ന പുതിയ റെക്റ്റാങ്കിളിൻ്റെ ചതുരത്തിൻ്റെ പരപ്പളവ് കാണാൻ പറയുക. നമുക്കറിയാം ചതുരങ്ങളുടെ പരപ്പളവ് കാണുന്ന മാർഗ്ഗം എന്തുവാ? ചതുരം എന്ന് പറയുമ്പോൾ വലിയ വശം നീളം എല്ലും ചെറിയ വശം വീതി ബിയും ആണെങ്കിൽ പരപ്പളവ് എന്ന് പറയുമ്പോൾ ഈസ് ഈക്വൽ ടു നീളം ഗുണം വീതിയാണ്. അപ്പോൾ യഥാർത്ഥ ചെറിയ റെക്റ്റാങ്കിളുടെ നീളം എല്ലും വീതി ബിയും ആണെങ്കിൽ നമുക്കറിയാം ഈ പരപ്പളവ് കിട്ടുന്നത് എങ്ങനെയാണ്? നീളമെന്ന് പറയാൻ സംഖ്യയെ വീതി കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ മാത്രമേ 24 സെൻറ്റിമീറ്റർ സ്ക്വയർ വരത്തുള്ളൂ. പുതിയ റെക്റ്റാങ്കിൾ എന്ന് പറയുമ്പോൾ പഴയതിനേക്കാട്ടിൽ എന്ത് ചെയ്യാൻ പോവുക? നീളവും വീതിയും 2 മടങ്ങ് കൂട്ടാൻ പോവുക. അപ്പോൾ പഴയതിൻ്റെ നീളം L ആണെങ്കിൽ പുതിയ നീളം പറയാമോ? 2 മടങ്ങാക്കുകയല്ലേ? പഴയതിൻ്റെ നീളം L അല്ലയോ? പുതിയ ആളുടെ നീളം കാണുന്ന മാർഗ്ഗം എന്തുവാ? പഴയതിൻ്റെ ലെങ്തിൻ്റെ 2 മടങ്ങ് എടുത്താൽ പോരെ. ഇപ്പോൾ പുതിയ ആളുടെ വീതിയാണെങ്കിലോ പഴയ വീതി ബി, പുതിയ വീതിയാണെങ്കിലോ 2B എന്നും വരുമെങ്കിൽ പുതിയതിൻ്റെ പരപ്പളവ് കാണാം. പുതിയതിൻ്റെ പരപ്പളവ് കാണാൻ പറയുമ്പോൾ പരപ്പളവ് ഈസ് ഈക്വൽ ടു പുതിയതിൻ്റെ നീളമായ 2L എന്ന് പറയാൻ സംഖ്യ അതിൻ്റെ വീതിയായ 2B കൊണ്ട് ഗുണിച്ചാൽ പോരെ. കാര്യം നീളം ഗുണം വീതി ഈസ് ഈക്വൽ ടു 2 ഗുണിച്ചാൽ 4 കിട്ടും. ബാക്കി Lഉം ബിയും ഗുണിച്ചാൽ LB എന്നും കിട്ടും. ഓക്കെ ആണോ? 4 ഗുണം LB ആണല്ലോ. LB എന്ന് പറയുമ്പോൾ 6 പരപ്പളവാ. പഴയ റെക്റ്റാങ്കിൾ പരപ്പളവ് അല്ലയോ? പഴയതിൻ്റെ പരപ്പളവ് LB അല്ലയോ? ആ LBയുടെ വാല്യൂ എത്ര? 24 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ പുതിയ ആളുടെ കാണുന്ന മാർഗ്ഗം എന്തുവാ? ഈ 4 എന്ന് പറയുന്ന സംഖ്യ LBയുടെ വാല്യൂ എത്ര? 24 കൊണ്ട് ഗുണിച്ചാൽ മാത്രം പോരെ. ചുരുക്കി പറഞ്ഞാൽ നീളവും വീതിയും 2 മടങ്ങ് ആക്കുകയാണ് ലഭിക്കുന്ന പുതിയ ചതുരത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുമ്പോൾ പഴയതിൻ്റെ പരപ്പളവിൻ്റെ 4 മടങ്ങായിരിക്കും. പഴയതിൻ്റെ പരപ്പളവ് 24, അതിന് 4 ഇവിടെ എടുക്കാമല്ലോ. ഈസ് ഈക്വൽ ടു 24 4 സമോത്രമായിരിക്കുമ്പോൾ 96 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് പുതിയ റെക്റ്റാങ്കിളുടെ പരപ്പളവ്. ഓക്കെ ആണല്ലോ? നീളവും വീതിയും ഇരട്ടിക്കുകയാണെങ്കിൽ പുതിയതിൻ്റെ പരപ്പളവ് എന്ന് പറയുമ്പോൾ പഴയതിൻ്റെ പരപ്പളവിൻ്റെ 4 മടങ്ങായിരിക്കും. ഓക്കെ ആണോ? ഇതിലേക്ക് പോകാം. 25 പദങ്ങളുള്ള ഒരു AP അഥവാ സമാന ശ്രേണിയുടെ പദങ്ങളുടെ ആകെത്തുക 200 ആണെങ്കിൽ ആ ശ്രേണിയുടെ 13 പദം എത്ര? 25 പദമുള്ള ഒരു APയുടെ പദങ്ങളുടെ ആകെത്തുക എന്ന് പറയുമ്പോൾ 200 ആണെങ്കിൽ ആ APയുടെ 13 പദം കാണാൻ പറയുക. അതിനകത്ത് ആകെപ്പാട് 25 സംഖ്യകൾ മാത്രമേ ഉള്ളൂ. അതിൽ 13 കാണാൻ പറയുക. 25ഉം 13 ബന്ധമല്ല ഉണ്ടോ? 25 പദങ്ങൾക്കകത്ത് കൃത്യമായിട്ട് മധ്യഭാഗത്ത് വരുന്ന പദമാണ് 13 പദം. ഓക്കെ അല്ലയോ? സമാന്തര ശ്രേണി എന്ന് പറയുമ്പോൾ തുടർച്ചയായ സംഖ്യയാണല്ലോ. ആ തുടർച്ചയായ 25 സംഖ്യകളുടെ മിട്ടയമാണ് 13 എങ്കിൽ മിട്ടയം കാണുന്ന മാർഗ്ഗം എന്തുവാ? ഈ പോയിന്റ് ഓർത്ത് വെച്ചോ. തുടർച്ചയായ സംഖ്യകളുടെ കേസിൽ മധ്യപദം എന്ന് പറയുമ്പോൾ ആ ശ്രേണിയുടെ ശരാശരി ആയിരിക്കും. ഓർക്കണം, തുടർച്ചയായ ശ്രേണിയുടെ കേസിൽ മധ്യപദം എന്ന് പറയുമ്പോൾ അതിൻ്റെ ശരാശരിയാണ്. അങ്ങനെയാണെങ്കിൽ 25 പദങ്ങൾക്കകത്ത് മധ്യപദമായ 13ാം പദം എന്ന് പറയുമ്പോൾ 25 പദങ്ങളുടെ ശരാശരിയാണ്. ശരാശരി കാണുന്ന മാർഗ്ഗം എന്തുവാ? ശരാശരി കാണുന്ന മാർഗ്ഗം എന്ന് പറയുമ്പോൾ സംഖ്യകളുടെ ആകെത്തുകയെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ പോരെ. മതിയല്ലോ. ഈസ് ഈക്വൽ ടു സംഖ്യകളുടെ ആകെത്തുക എത്ര? 2200. സംഖ്യകളുടെ ആകെ എണ്ണം എത്ര? 25. 200നെ 25 കൊണ്ട് ഹരിച്ചാൽ പോരെ. ഓക്കെ ആണോ? 2200 എന്ന് പറയുന്ന സംഖ്യയെ സൈഡിലേക്ക് മാറ്റി നിങ്ങൾ 25 കൊണ്ട് അങ്ങോട്ട് ഹരിച്ചു നോക്ക്. ഹരിക്കുകയാണെങ്കിൽ 25 8 എന്ന് പറയുമ്പോൾ 200 എന്ന് വരും. റിമൈൻഡർ 2 വന്നു. 0 0 വീണ്ടും എത്ര? 8 പ്രാവശ്യം വന്നില്ലയോ? ഉത്തരം എത്ര ആയിരിക്കും പറയാമോ? ഈസ് ഈക്വൽ ടു 88 ആണ് ഇപ്പോൾ 13ാം പദം. അപ്പോൾ ഈ പോയിന്റ് ഓർത്ത് വെക്കണം. തുടർച്ചയായ സംഖ്യകളുടെ കേസിൽ മിഡ് ടൈം എന്ന് പറയുമ്പോൾ ആ സംഖ്യകളുടെ ശരാശരി ആയിരിക്കും. തിരിച്ചു പറഞ്ഞാൽ തുടർച്ചയായ സംഖ്യകളുടെ ശരാശരി എന്ന് പറയുമ്പോൾ ആ സീരീസിൻ്റെ മധ്യപദമായിരിക്കും. ക്ലിയർ ആണല്ലോ? പോകാം. x raised to 4 the whole square into x cube divided by x raised 11 is equal to x raised to a ആണ് എയുടെ വാല്യൂ കാണാൻ. സിമ്പിളാ. ലെഫ്റ്റ് ഭാഗത്തെ ഭാഗം മാത്രം അത് സോൾവ് ചെയ്യാം. ഫസ്റ്റ് ടൈം x raised to 4 the whole square ദാ നോക്കിക്കോണേ. a raised to m the whole square all raised to n is equal to a raised to m ഗുണം n. ഇങ്ങനെ ഓർത്ത് വെച്ചോ. ഇക്വേഷൻ്റെ ആവശ്യം പോലുമില്ല. ഒരു നമ്പറിന് ഒന്നിൽ കൂടുതൽ പവർ ഉണ്ടെങ്കിൽ ലഘൂകരിക്കുന്ന മാർഗം പവറുകൾ തമ്മിൽ ഗുണിക്കുക എന്ന് പറഞ്ഞാൽ എക്സിന് ആകെ 2 പവർ ഉണ്ട്. ഫസ്റ്റ് പവർ 4 ആണ്. സെക്കൻഡ് പവർ 2 ആണ്. ലഘൂകരിക്കുന്ന മാർഗം എന്തുവാ? 4 2 ഗുണിച്ചാൽ മതി. ഗുണിച്ചോ. എക്സ് റേസ് ടു 4 2 8 എന്ന് വന്നു. ഇൻറ്റു രണ്ടാം സംഖ്യ എക്സ് ക്യൂബ് അതുപോലെ പറയാം. ഡിവൈഡ് ബൈ എക്സ് റേസ് ടു 11 ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു എ എന്ന് വന്നു.
ഓക്കെ ആണല്ലോ. വീണ്ടും നോക്കാം. മുകൾ ഭാഗത്ത് x8 എന്ന് പറയുന്ന ആളെ x3 കൊണ്ട് ഗുണിച്ചേക്കുക. നോക്കിക്കോണേ, a⁴m ഇൻറ്റു a⁴n സമയം എത്ര? a⁴m+n ആണല്ലോ. അവിടെ ഇക്വേഷൻ്റെ ആവശ്യമില്ല. ഒരേ ബേസ് ഉള്ള കൃത്യംഗ സംഖ്യ ഗുണിക്കാൻ പറയുകയാണെങ്കിൽ പവറുകൾ തമ്മിൽ കൂട്ടിയാൽ മതി. കൂട്ടുകയാണെങ്കിൽ x⁻8 3 കൂട്ടിയാൽ 11 ഡിവൈഡ് ബൈ x⁻11 ഈസ് ഈക്വൽ ടു x⁻a എന്ന് പറയാം. ഓക്കെ അല്ലയോ? ലെഫ്റ്റ് ഭാഗത്ത് ഈ സംഖ്യ കൊണ്ട് ഹരിക്കുകയാണല്ലോ. നോക്കിക്കോണേ, a⁻m/a⁻n സമയം എത്ര? a⁻m-n എന്ന് പറഞ്ഞാൽ ഒരേ ബേസ് ഉള്ള കൃത്യംഗ സംഖ്യകളെ ഹരിക്കുന്നതിന് പകരം അവയുടെ പവറുകൾ തമ്മിൽ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഉത്തരം x⁻11 എന്ന് പറയുന്ന സംഖ്യയിൽ നിന്ന് 11 കുറയ്ക്കുകയാണെങ്കിൽ x⁻a എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. x⁻11 എത്ര പറ? 0 ഈസ് ഈക്വൽ ടു x⁻a എന്ന് വന്നു. ഓക്കെ ആണോ? നോക്കിക്കോണേ, രണ്ട് സംഖ്യകൾ സെയിമാണ്. ലെഫ്റ്റ് ഭാഗത്ത് ബേസ് എക്സാ, റൈറ്റ് ഭാഗത്തും ബേസ് എക്സാ. അവയുടെ ബേസുകൾ സെയിം ആണ്. ഉറപ്പാട് എന്തായിരിക്കും പറ? പവറുകൾ സെയിം ആയിരിക്കത്തില്ലയോ? ഇവിടുത്തെ പവർ എത്രയാണ് പറ? 0. അവിടെ എത്ര? എയും ആണെങ്കിൽ അപ്പോൾ എയുടെ വാല്യൂ എത്ര എന്ന് കിട്ടി പറ? 0. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? എയുടെ വാല്യൂ 0. അടുത്ത ദിവസത്തിലേക്ക് പോകാം. 12 പുരുഷന്മാരും 16 ആൺകുട്ടിയും ചേർന്ന് 5 ദിവസം ചെയ്യുന്നവർക്ക് 13 പുരുഷന്മാരും 24 ബോയ്സും ചേർന്ന് 4 ഡേയ്സ് കൊണ്ട് ചെയ്യുമെങ്കിൽ ഇതേ വർക്ക് 7 പുരുഷന്മാർക്കും 10 കുട്ടികൾക്കും ചെയ്യാൻ വേണ്ടി ദിവസം കാണാൻ പറയുക. എപ്പോഴും ദിവസം കണ്ടെത്താൻ പറയുന്ന ഏത് വർക്കാൻ്റെയും ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് ദിവസം കാണുന്ന മാർഗം എന്ന് പറയുമ്പോൾ അവിടെയുള്ള ടോട്ടൽ എഫിഷ്യൻസിയെ ആ ജോലി ചെയ്യാൻ വരുന്ന ആളുകളുടെ എഫിഷ്യൻസി വെച്ചാൽ മതി. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കാര്യം പറയുവാൻ ടോട്ടൽ എഫിഷ്യൻസിയെ ആ ജോലി ചെയ്യേണ്ട 7 പുരുഷന്മാരുടെയും 10 കുട്ടികളുടെയും എഫിഷ്യൻസി കൊണ്ടിരിക്കണം. അപ്പോൾ 2 പോയിന്റ് വേണം. ടോട്ടൽ എഫിഷ്യൻസിയും കണക്കാക്കണം. ഒരു പുരുഷൻ്റെയും ഒരു ബോയുടെയും എഫിഷ്യൻസി കാണണം. അത് വെച്ചുകൊണ്ട് മാത്രമേ ഉത്തരം കാണാൻ പറ്റൂ. ഇപ്പോൾ നോക്കണേ, ഈ ആളുകളുടെ എണ്ണവും ദിവസവും പറഞ്ഞ ഏത് ക്വസ്റ്റിനകത്തും ടോട്ടൽ എഫിഷ്യൻസി കാണുന്ന മാർഗം ആളുകളുടെ എണ്ണത്തെ നിങ്ങൾ ദിവസം കൊണ്ട് ഗുണിച്ചാൽ മതി. ഫസ്റ്റ് ടൈമിൽ 12 പുരുഷന്മാരും 16 ബോയ്സും ഉണ്ടെങ്കിൽ ഈ 12 പുരുഷന്മാർ ഒരു കാര്യം ചെയ്യാം. പുരുഷന്മാർ മെൻ അത് എം എന്ന് കൊടുക്കുവാണെങ്കിൽ ഫസ്റ്റ് ടൈമിൽ 12 പുരുഷന്മാർ 12 ആൾക്കാരുണ്ട് പുരുഷന്മാർ. ബോയ്സിന് ബി എന്ന് കൊടുക്കുവാണെങ്കിൽ 16 ബി എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടൈമിലെ ആളുകളുടെ ആകെ എണ്ണം എന്ന് പറയുമ്പോൾ 12m + 16 ബി. അവർ 5 ഡേയ്സ് കൊണ്ട് വർക്ക് ചെയ്യുന്നുവെങ്കിൽ അവർ ചെയ്യുന്ന ആകെ വർക്ക് എന്ന് പറയുമ്പോൾ ഇവരുടെ ആളുകളുടെ എണ്ണമായ ഈ സംഖ്യ നിങ്ങൾ 5 കൊണ്ട് ഗുണിച്ചാൽ മതി. അതായത് 12m + 16b × 5 ആണ് ഒന്നാം ടീം ചെയ്ത ആകെ വർക്ക്, ആകെ എഫിഷ്യൻസി. ഓക്കെ ആണല്ലോ? ഇനി സെക്കൻഡ് ടീമിന്റെ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ഈസ് ഈക്വൽ ടു അവിടെ 13 പുരുഷന്മാരും ഉണ്ട്, അവിടെ 24 ബോയ്സും ഉണ്ടെങ്കിൽ ആളുകളുടെ ആകെ എണ്ണം എന്ന് പറയുമ്പോൾ 13m + 24b ആയതുകൊണ്ട് അവർ ചെയ്യുന്ന ആകെ വർക്ക് എന്ന് പറയുമ്പോൾ ആളുകളുടെ എണ്ണമായി ഈ സംഖ്യ നിങ്ങൾ 4 കൊണ്ട് ഗുണിച്ചാൽ മതി. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ആണല്ലോ? ഈ 2 പേരും ചെയ്യുന്ന വർക്ക് സെയിം വർക്കാണല്ലോ. അപ്പോൾ എന്തായിരിക്കും പറ? ഒന്നാം ടീമിൻ്റെ ആകെ എഫിഷ്യൻസിയും രണ്ടാമത്തെ എഫിഷ്യൻസി എന്തായിരിക്കും? സെയിം ആയിരിക്കത്തില്ലോ. എന്ത് കൊടുക്കാം? ഇടയ്ക്കൊരു സമം കൊടുക്കാം. ഒരു ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി ഈ ഒരു സമവാക്യം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉത്തരം സോൾവ് ആയി. ഓക്കെ ആണല്ലോ? നോക്കിക്കോണേ, ഞാൻ ഈ 5 എന്ന് പറയുന്ന സംഖ്യ അകത്തോട്ട് ഗുണിക്കാൻ പോവാം. 12 × 5 എത്ര പറ? 12 × 5 ഈസ് ഈക്വൽ എത്ര ആയിരിക്കും പറ? 60. അപ്പോൾ 60m പ്ലസ് 16 5 എത്ര ആയിരിക്കും? ഈസ് ഈക്വൽ ടു എത്ര? 80b ഈസ് ഈക്വൽ ടു ഈ 4 അകത്തോട്ട് കയറിയാൽ 13 4 എത്ര ആയിരിക്കും പറയാമോ? 52m പ്ലസ് 24 4 ആണ് എത്ര ആയിരിക്കും പറ? 96b എന്ന് കിട്ടി. ഓക്കെ അല്ലയോ? എം എല്ലാം ഒരു ഭാഗത്ത് വരട്ടെ, ബി എല്ലാം മറുഭാഗത്ത് പോട്ടെ എന്ന് പറഞ്ഞാൽ 60m. ഇതിപ്പുറത്ത് വന്നാൽ -52m ഈസ് ഈക്വൽ ടു 80 അപ്പുറത്ത് പോയാൽ 96b -80b എന്ന് വരും. ഓക്കെ അല്ലയോ? 60 -52 8 ആണ്. 8m ഈസ് ഈക്വൽ ടു 96 -80 ഈസ് ഈക്വൽ ടു 16b എന്ന് വരും. ഓക്കെ അല്ലയോ? ഒരു സമവാക്യമാണ്. ലെഫ്റ്റ് ഭാഗത്ത് 8, റൈറ്റ് ഭാഗത്ത് 16 ആണല്ലോ. 2 ഭാഗത്തും പൊതുവായിട്ട് എന്തുകൊണ്ടിരിക്കാം? 8 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ ഒരു 8 8 ആണ്, ഒരു m എന്ന് കിട്ടി, മറുഭാഗത്ത് 2b എന്ന് വരും. കാര്യം എന്താ? ഒരു 8 ആണ് 8, 8 2 ആണ് 16. കാര്യം എന്താ? 2 ഭാഗത്തും പൊതുവായിട്ട് 8 കൊണ്ട് ഹരിച്ചു. ഓക്കെ അല്ലയോ? 1m = 2b ആണ്. ഞാൻ ആദ്യമായിട്ട് എമ്മിൻ്റെയും ബിയുടെയും അംശബന്ധം കണക്കാക്കാൻ പോവാം. എന്ന് പറഞ്ഞാൽ ഓർക്കണം, ഒരു സമവാക്യത്തിന് 2 വശങ്ങളുണ്ട്. ലെഫ്റ്റ് ഭാഗത്ത് എം ആണ്, റൈറ്റ് ഭാഗത്ത് ബി ആണെങ്കിൽ അതേ റേഷ്യോ ഒക്കെ സമയത്ത് ആദ്യം എമ്മിൻ്റെ വാല്യൂ വേണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എം കിടക്കുന്ന ഭാഗം മറച്ചു പിടിക്കുക. മറച്ചു പിടിച്ചാൽ മറുഭാഗത്ത് ഏത് സംഖ്യ കാണുന്നു? 2 കാണുന്നില്ലയോ? ആ 2 ആണ് എമ്മിൻ്റെ വാല്യൂ. ഓക്കെ ആണല്ലോ? എം ഈസ് ഈക്വൽ 2. ഇനി ബിയുടെ വാല്യൂ വേണം. ഇപ്പം എന്ത് ചെയ്യാം? ബി ഉള്ള ഭാഗം മറച്ചു പിടിക്കുക. ഇപ്പുറത്ത് ആരെ കാണുന്നു? ആ 1 ആണ് ബി.
ഓക്കെ ആണല്ലോ. എമ്മിൻ്റെ വാല്യൂ 2, ബി സമൻ 1, എം സമൻ 2, ബി സമൻ 1. ഓക്കെ ആണല്ലോ. എന്ന് വെച്ച അർത്ഥം ഈ ഒരു ക്വസ്റ്റിനകത്ത് ഒരു പുരുഷൻ്റെ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ 2 ആണ്, കുട്ടിയുടെ ആണെങ്കിൽ 1. ഓക്കെ അല്ലേ. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നു, ഈ വർക്കിന് ആര് ചെയ്യണം? 7 പുരുഷന്മാരും 10 കുട്ടിയും ചെയ്യണമെങ്കിൽ ദിവസം കാണാൻ പറയല്ലയോ. ദിവസം കാണുന്ന മാർഗം എന്തുവാ? ടോട്ടൽ വർക്കിനെ 7 ആൺകുട്ടികളുടെയും 7 പുരുഷന്മാരുടെയും 10 ആൺകുട്ടികളുടെയും എഫിഷ്യൻസി കൊണ്ടിരിച്ചാൽ പോരെ. ടോട്ടൽ വർക്ക് എന്ന് പറയുമ്പോൾ ആദ്യം ഒരു സമവാക്യം ഉണ്ടാക്കിയില്ലയോ? ഈ സമവാക്യം ആ ലെഫ്റ്റും ആകാം റൈറ്റും ആകാം, ഇഷ്ടമുള്ള ഭാഗം എടുക്ക്. ഞാൻ ലെഫ്റ്റ് ഭാഗം എടുക്കാൻ പോവാ. ടോട്ടൽ വർക്ക് എന്ന് പറയുമ്പോൾ 12 പുരുഷന്മാരും 16 ആൺകുട്ടിയും ചേർന്ന് 5 ദിവസം ചെയ്ത വർക്കാ. ആ വർക്കിന് ആര് ചെയ്യണം? 7 പുരുഷന്മാരും 10 കുട്ടിയും ചേരുക എന്ന് പറയുമ്പോൾ പ്ലസ് കൊടുക്കാം. ഇവിടേക്ക് നിങ്ങൾ എം എന്ന് പറയുന്ന ഈ ലെറ്ററിന് പകരം നിങ്ങൾ 2 കൊടുത്തു, ബിക്ക് പകരം 1 കൊടുത്തു, ഉത്തരമായിക്കോളും. ആൻഡ് ഈസ് ഈക്വൽ ടു 12 ഇൻറ്റു എമ്മിന് പകരം 2 പ്ലസ് 16 ഇൻറ്റു ബിക്ക് പകരമാണ് 1. അതിന് എന്തുകൊണ്ട് ഗുണിക്കാം? 5 ഡിവൈഡ് ബൈ 7 ഇൻറ്റു എമ്മിന് പകരമാണെങ്കിൽ 2 പ്ലസ് 10 ഇൻറ്റു ബിക്ക് പകരമാണ് 1 കൊടുക്കാം. ഈസ് ഈക്വൽ ടു ഓക്കെ ആണോ? 12 2 24, 24ഉം 16 കൂട്ടിത്തലയ്ക്കും പറ 40 ഡിവൈഡ് ബൈ ഇൻറ്റു 5 ഉണ്ട് ഇൻറ്റു 5 ഡിവൈഡ് ബൈ 7 2 14 പ്ലസ് 10 കൂട്ടിത്തലയ്ക്കും പറ 14 പ്ലസ് 10 ഈസ് ഈക്വൽ ടു 24 എന്നും വരും. ഓക്കെ ആണോ? മുകളിലും താഴെ ഈ 2 സംഖ്യ പൊതുവായിട്ട് എന്തുകൊണ്ട് ഹരിക്കാം? ഒരു 4 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ 4 ഇൻറ്റു 6 ആണ് 24, 4 ഇൻറ്റു 10 ആണ് 40. ഈ 10ഉം 6ഉം പൊതുവായിട്ട് വീണ്ടും 2 കൊണ്ടിരിക്കുകയാണെങ്കിൽ 2 ഇൻറ്റു 3 ആണ് 6, 2 ഇൻറ്റു 5 ആണ് 10 എങ്കിൽ 5 ഗുണിച്ചാൽ 25 3/3 എന്ന ആൻസർ കിട്ടി. ഓക്കെ ആണോ? ആ 25/3 എന്ന് പറയുന്ന സംഖ്യ 25നെ സൈഡിൽ മാറ്റി 3 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ 8 3 24 ശിഷ്ടം 1 ആയതുകൊണ്ട് കിട്ടിയ ഉത്തരം ആദ്യം പറയാം 8 പറയാം. എന്തുകൊണ്ട് ഹരിച്ചു അത് താഴെ പറയാം 3 പറയാം. ശിഷ്ടമായി 1 മുകളിൽ പറയുവാണെങ്കിൽ 8 and 1/3 ഡേയ്സ് ആണ് ആൻസർ. ഓക്കെ ആണല്ലോ. ഉത്തരം 8 and 1/3. അടുത്ത ദിവസത്തിലേക്ക് പോകാം. 400 കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ഉള്ള ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണത്തിൻ്റെ അംശം 3:5 ആണ്. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെ എണ്ണത്തിൻ്റെ അനുപാതം തുല്യമാകണമെങ്കിൽ എത്ര ആൺകുട്ടികൾ കൂടി അധികമായിട്ട് വരണം എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ അറിയാം, ഇവിടെ ബോയ്സ് കുറവാണ്, ഗേൾസ് കൂടുതലാണ്. ഈ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെ എണ്ണം തുല്യമാകണമെങ്കിൽ എത്ര ബോയ്സ് കൂടി അധികമായിട്ട് വേണമെന്നാണ് ക്വസ്റ്റ്യൻ. ഒരു കാര്യം നമുക്ക് ആദ്യമായിട്ട് സ്കൂളിൽ ആരെന്ത് കാണാം? ബോയ്സിൻ്റെയും ഗേൾസിൻ്റെ എണ്ണം കണക്കാക്കാം. ഇവിടെ ബോയ്സിൻ്റെ എണ്ണം കണക്കാക്കുന്ന മാർഗം എന്താ? ബോയ്സിൻ്റെ ആകെ എണ്ണം എന്ന് പറയുമ്പോൾ ആകെയുള്ള ഈ 400 എന്ന് പറയുന്ന കുട്ടികളുടെ ആകെ എണ്ണത്തെ നമ്മൾ 5 3 8 ഭാഗമായിട്ട് മുറിക്കുകയാണെങ്കിൽ അതിൽ 3 ഭാഗമാണ് ബോയ്സിൻ്റെ എണ്ണം. അവ ഗേൾസ് ആണെങ്കിലോ ഗേൾസിൻ്റെ ആകെ എണ്ണം എന്ന് പറയുമ്പോൾ ഈസ് ഈക്വൽ ടു ആകെയുള്ള 400 കുട്ടികളെ നമ്മൾ ഇൻറ്റു 5 3 8 ഭാഗം ചെയ്യുവാണെങ്കിൽ 5 ഭാഗമാണ് ഗേൾസ്. ആകെയുള്ളതിൻ്റെ 8ൽ 3 ഭാഗം ബോയ്സ് ആണ്, 5 ഗേൾസ് ആണല്ലോ. നോക്കിക്കോണേ, 8 എന്ന് പറയുന്ന സംഖ്യയുടെ 50 മടങ്ങാണ് 400 ഗുണിച്ചാൽ 50 3 150 ബോയ്സേ സ്കൂളിലുള്ളൂ. 8 എന്ന് പറയുന്ന സംഖ്യയുടെ 50 മടങ്ങാണ് 400 ഗുണിച്ചാൽ 50 50 250 ഗേൾസ് ഉണ്ട്. സ്കൂളിൽ 150 ബോയ്സും 250 ഗേൾസും വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, എത്ര ബോയ്സ് കൂടി അധികമായിട്ട് വന്നാൽ രണ്ടും തുല്യമാവുന്ന? തുല്യമാകണമെങ്കിൽ ബോയ്സിൻ്റെ എണ്ണം ഗേൾസ് തുല്യമായിട്ട് വരണ്ടായോ? എത്ര ഗേൾസ് ഉണ്ട്? 250. ഇപ്പോൾ ബോയ്സിൻ്റെ എണ്ണം 250 ആണെങ്കിൽ എത്ര ബോയ്സ് എക്സ്ട്രാ വരണമെന്നാ? ഇപ്പം എത്ര ബോയ്സേ ഉള്ളൂ? 150. ഈ 150 എന്ന് പറയുന്ന ബോയ്സ് ഗണത്തിൻ്റെ കൂടെ എത്ര കൂടി കൂട്ടി 250 വരും? ഇപ്പം ആകെപ്പാട് 150 ബോയ്സ് എല്ലാം ഉള്ളത്. ഈ 150ൻ്റെ കൂടെ വീണ്ടും ഒരു 100 കൂട്ടുകയാണെങ്കിൽ മാത്രമല്ല 250 എന്ന് എണ്ണമാകത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ബോയ്സിൻ്റെ എണ്ണം 250 ആവുകയാണെങ്കിൽ മാത്രമേ റേഷ്യോ സെയിം ആവത്തുള്ളൂ. അപ്പോൾ എത്ര എക്സ്ട്രാ വേണ്ടി വന്നു? 100 ബോയ്സ് കൂടി അധികമായിട്ട് വരികയാണെങ്കിൽ മാത്രമേ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും എണ്ണം സെയിം ആകൂ. അതുകൊണ്ട് അധികമായിട്ട് വരേണ്ട ബോയ്സ് എണ്ണം എത്രയായിരിക്കും? 100 പേര്. ഒരു പാറ്റേണാണ് വിട്ടുവേഗം പൂരിപ്പിക്കാൻ പറഞ്ഞേക്കുക. നോക്കിക്കോട്ടെ, സിമ്പിളാണ്. ഇവിടെ ആകെ എണ്ണം നോക്കാം നമുക്ക് ആദ്യമായിട്ട്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 ഉണ്ട്. നോക്കിയ സമയത്തെല്ലാം ഇവിടെ എ ഉണ്ട്, ബി ഉണ്ട്, ഇവിടെ എ ഉണ്ട്, ബി ഉണ്ട്, സി. അതായത് എയും ബിയും സിയും മാത്രമേ ഉള്ളൂ. അത് ആകെ 15 ആണല്ലോ. ഒരു കാര്യം ചെയ്യാം, നമുക്കിതിനെ 3 വീതമുള്ള ഓരോ ഗ്രൂപ്പാക്കി തിരിക്കാം. അപ്പോൾ ആദ്യം 1 2 3 ഒരു ഗ്രൂപ്പാക്കി മാറ്റി, 1 2 3 ഗ്രൂപ്പാക്കി മാറ്റി, 1 2 3 ഗ്രൂപ്പാക്കി മാറ്റി, 1 2 3 ഗ്രൂപ്പാക്കി മാറ്റി. അടുത്തത് 1 2 3.
ഫസ്റ്റ് നോക്കുന്ന സമയത്ത് അവിടെ എയും ഉണ്ട് ബിയും ഉണ്ട്. ആരാ മിസ്സിങ് തോന്നുക? കാര്യം ഈ ഒരു സീരീസ് ആകെപ്പാട് എയും ബിയും സിയും മുതലേ ഉള്ളു. ഇപ്പോൾ ആര് കുറവുണ്ട്? ഒരു സി കുറവുണ്ട്. കൊടുത്തു സി കുറവുണ്ട്. സെക്കൻഡ് കേസിൽ ബിയും ഉണ്ട് സിയും ഉണ്ട്. ആര് കുറവുണ്ട്? ഒരു എ കുറവുണ്ട്. തേർഡ് കേസിൽ എയും ഉണ്ട് സിയും ഉണ്ട്. ആര് കുറവുണ്ട്? ഒരു ബി കുറവുണ്ട്. ഫോർത്ത് കേസ് എല്ലാം ഉണ്ട്. ഫിഫ്ത്ത് കേസിലാണെങ്കിലോ ബി ഉണ്ട് സി ഉണ്ട്. ആര് കുറവുണ്ട്? എ കുറവുണ്ടെന്ന് വായിച്ചു നോക്കുന്നുണ്ട്. വായിക്കുമ്പോൾ ഒരു പാറ്റേൺ തോന്നണം. ആണ് ഇങ്ങനെ എ ബി സി. സെക്കൻഡ് കേസ് ബി സി എ, വീണ്ടും എ ബി സി, വീണ്ടും ബി സി എ, വീണ്ടും എ ബി സി. ഓക്കെ അല്ലയോ? ആദ്യം എ ബി സി, പിന്നീട് ബി സി എ, പിന്നെ എ ബി സി, പിന്നെ ബി സി എ, വീണ്ടും വീണ്ടും എ ബി സി ആണല്ലോ. ഉത്തരം ഏതാ പറ? ഓപ്ഷൻ എ. ഓക്കെ ആണോ? ഒരു ബോർഡ് മാസ് ആണ്, മെൻ്റബിലിറ്റി കൂടിയാണ്. നോക്കിക്കോണേ. ഇവിടെ പി എന്ന് വെച്ചാൽ അർത്ഥം പ്ലസ് എന്നാണ്. ക്യൂ എന്ന് പറയുമ്പോൾ മൈനസ് ആണ്. ആർ എന്ന് പറയുമ്പോൾ ഇൻറ്റു ആണ്. എസ് എന്ന് പറയുമ്പോൾ ഡിവിഷനുമാണെങ്കിൽ ലഘൂകരിക്കാൻ പറയുക. സിമ്പിൾ കൊടുക്കാം. ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു 6 ആരാണ്? ഇൻറ്റു 6 ഇൻറ്റു കൊടുത്താൽ ഇൻറ്റു 8. പിക്ക് വരെ കൊടുക്കാം പ്ലസ് 8. എസ് മാറ്റിയാണെങ്കിൽ ആരെ എസ് ആരാ? ഡിവിഷൻ. ഡിവൈഡ് ബൈ 8. ക്യൂ ആരാണ് പറ? ക്യൂ മൈനസ് 8. സോൾവ് ചെയ്യണം. ബോർഡ് മാസ് ആദ്യം ഹരിക്കണം, പിന്നെ ഗുണിക്കണം. ചെയ്യാം. നോക്കിക്കോണം. ഈസ് ഈക്വൽ ടു 8 8 ഗുണിച്ചാൽ 64. എന്തുകൊണ്ട് ഗുണിച്ചു? ഇവിടെ പ്ലസ് ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പ്ലസ് 8 8 ഹരിച്ചാൽ 1, ബാക്കി -8. ഓക്കെ ആണോ? 64 1 കൂട്ടി എത്രയാക്കും പറ? 65. 65 - 8 ഈസ് ഈക്വൽ ടു പറ 57. ഓക്കെ ആണോ? കാര്യം എന്താ? 57 8 65. ക്ലിയർ അല്ലേ? ഒരു വരിയിൽ രാമുവിൻ്റെ സ്ഥാനം ഫ്രണ്ടിൽ നിന്ന് 13 സ്ഥാനമാണ്. അതേ വരിക്കത് മധു ബാക്കിൽ നിന്ന് 17 ഈ രണ്ടൊരു പരസ്പരം സ്ഥാനം മാറുന്ന സമയത്ത് രാമു എന്ന് പറയുന്നതാണ് ഫ്രണ്ടിൽ നിന്ന് 15 മാറുമെങ്കിൽ ഈ വരിക്കകത്തുള്ള ആളുകളുടെ ആകെ എണ്ണം കാണാൻ പറയുക. നോക്കിക്കണേ, സിമ്പിളാണ്. നോക്കിക്കണേ, ഒരു വരിക്കകത്ത് രാമു ഫ്രണ്ടിൽ നിന്ന് 13 സ്ഥാനത്താണെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് രാമു ഒരു ആകെപ്പാട് 13 പേരുണ്ട്. ഇത്രയും ഭാഗത്ത് 10 പേരുണ്ടെന്ന് അർത്ഥം. ബാക്കിൽ നിന്ന് മധു 17 ബാക്കിൽ നിന്ന് മധു വരെ ഇത്രയും ഭാഗത്ത് ആകെപ്പാട് 17 പേരുണ്ടെന്ന് അർത്ഥം. ബാക്കിൽ നിന്ന് മധുവിൻ്റെ ഈ സീറ്റ് ഒരു ആകെപ്പാട് 17 പേരുണ്ടെന്ന് അർത്ഥം. ഓക്കെ അല്ലയോ? രണ്ടുപേരും സ്ഥാനം മാറാൻ പോവാണ്. മധു അവിടെ പോന്നു, രാമു ഇവിടെ വന്നു. രാമു ഇവിടെ വരുന്ന സമയത്ത്, ഇപ്പോൾ എണ്ണ സമയത്ത് ഫ്രണ്ടിൽ നിന്ന് വരികയാണെങ്കിൽ രാമുവിൻ്റെ സ്ഥാനം ഇപ്പോൾ 15 സ്ഥാനമാണെങ്കിൽ ഈ വരിക്കകത്തുള്ള ആളുകളുടെ ആകെ എണ്ണം കാണാൻ പറയുക. ഇപ്പോൾ രാമു ഇരിക്കുന്ന എവിടാ? സീറ്റ് ഏതാ? പഴയ മധുവിൻ്റെ സീറ്റാണല്ലോ. അവിടേക്ക് ബാക്കിൽ നിന്നുള്ള ആളുകളുടെ എണ്ണം 17 വരെ എണ്ണമായിരുന്നു. ഫ്രണ്ടിൽ നിന്ന് വരുന്ന സമയത്ത് എത്രയായിട്ട് മാറും? ആ 15 മാറുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സീറ്റിലേക്ക് ഫ്രണ്ടിൽ നിന്നുള്ള എണ്ണം 15, ബാക്കിയുള്ള എണ്ണം 17 ആണെങ്കിൽ വരിക്കകത്ത് ആളുകളുടെ ആകെ എണ്ണം കാണാൻ പറയുമ്പോൾ ഒരു വരിക്കകത്ത് ഒരാളുടെ സ്ഥാനം മുമ്പിൽ നിന്നും അറിയാം, പിറകിൽ നിന്നും അറിയാമെങ്കിൽ ആ വരിക്കകത്തുള്ള ആളുകളുടെ ആകെ എണ്ണം കാണുന്ന മാർഗ്ഗം നോക്കിക്കോണേ. മുൻപിൽ നിന്നുള്ള എണ്ണത്തിൻ്റെ കൂടെ പിറകിൽ നിന്നുള്ള എണ്ണം കൂട്ടിയിട്ട് ഒരു 1 കുറച്ചാൽ മതി. മുൻപിൽ നിന്നുള്ള എണ്ണമാണെങ്കിൽ 15 പ്ലസ് പിറകിൽ നിന്നുള്ള എണ്ണമാണെങ്കിൽ 17 തമ്മിൽ കൂട്ടുക, 1 കുറയ്ക്കുക. ഈസ് ഈക്വൽ ടു 15ഉം 17 കൂട്ടുക 32. 32 - 1 സമയത്തിനായിരിക്കും പറയാം 31 ഉത്തരം. ക്ലിയർ ആണോ? ഒരു വലിയ പേപ്പർ കഷ്ണം എടുക്കുന്നു, അതിനെ 10 മുറിക്കുന്നു, അതിൽ ഒരു കഷ്ണം എടുത്ത് വീണ്ടും 10 മുറിക്കുന്നു, അതിൽ നിന്ന് ഒരു കഷ്ണം എടുത്ത് വീണ്ടും 10 മുറിക്കുന്ന സമയത്ത് ലഭിക്കുന്ന കഷ്ണങ്ങളുടെ ആകെ എണ്ണം കാണാൻ പറയുക. സിമ്പിളാണ്. നോക്കിക്കോണേ, ഒരു പേപ്പർ കഷ്ണം ഇതാണ്ട, ഇതാണ് പേപ്പർ കഷ്ണം. ചതുര ഷേപ്പാണെന്ന് ഇരിക്കട്ടെ. ഇതിനെ 10 മുറിക്കാം. 10 1 2 3 4 ഒരു വര കൊടുത്താൽ ആകെ 10 കഷ്ണമാവുമല്ലോ. 1 2 3 4 5 6 7 8 9 10 കഷ്ണം കിട്ടി. ഓക്കെ അല്ലയോ? ആകെപ്പാടെ 10 പീസായിട്ട് മാറിയല്ലോ. ഇതിൽ ഈ 10ാമത്തെ പീസ് അങ്ങ് എടുത്ത് മാറ്റി, ഈ പീസ് എടുത്ത് മാറ്റിയ ബാക്കി എത്രയേ ഉള്ളൂ? ബാക്കി ഇനി 9 പീസുണ്ട്. ഇവിടെ 9 പീസുണ്ട്. ഈ മാറ്റിയ പീസാണ് ഇത്. അതിനെ വീണ്ടും ഒരു കാര്യം ചെയ്യാൻ പോവാ, 10 പീസാക്കി മുറിക്കാൻ പോവാ. മുറിക്കാം. 1 2 3 4 ഒരു വര കൊടുക്കും. ആകെപ്പാട് 1 2 3 4 5 5 10 കഷ്ണമായി. അതിൽ നിന്ന് ചെയ്യാൻ പോവാ അവസാനം ഈ ഒരു പീസ് അങ്ങ് എടുത്ത് മാറ്റി. ഒരു പീസ് എടുത്ത് മാറ്റിയ ആകെപ്പാട് 10 പീസുള്ളല്ലോ. 1 പോയി ബാക്കി എത്ര ഉള്ളു? 9 പീസായിട്ട് മാറി. ഓക്കെ ആണേ? എടുത്തു മാറ്റിയ ഈ പീസ് വീണ്ടും എടുക്കാൻ പോവുക. അത് വീണ്ടും ഞാൻ ഒരു 10 പീസാക്കി മുറിക്കാൻ പോവാം. മുറിക്കുന്ന എങ്ങനെയാ? ഒരു വര കൊടുക്കാം. 1 2 3 4 ആകുമ്പോൾ 1 2 3 4 5 5 10 പീസാക്കിയെങ്കിൽ ഇവിടെ പീസുകളുടെ ആകെ എണ്ണം കാണാൻ പറയുമല്ലോ.
ഇവിടെ ഇപ്പോൾ 9 കഷ്ണേ ബാക്കിയുള്ളൂ, കാര്യം 1 അവൻ എടുത്ത് മാറ്റിയായിരുന്നു. ഇവിടെ ഇപ്പോൾ 9, കാര്യം 1 എടുത്ത് മാറ്റിയല്ലേ. ഇവിടെ ആണെങ്കിൽ ഇപ്പോൾ എത്ര ആകപ്പാട് 10 ഉണ്ടെങ്കിൽ പീസുകളുടെ ആകെ എണ്ണം പറ. 10 + 9 + 9 = 9, 9 18 10 കൂട്ടിയാൽ ഉത്തരം 28. 9 + 9 + 10 = 28 കഷ്ണമുണ്ടാകും. ഓക്കെ ആണോ? അടുത്ത ദിവസത്തിലേക്ക് പോകാം. ഒരു മെന്റബിലിറ്റിയാണ്, കോഡിങ് ഡീകോഡിങ് ആണ്. ഈ ഒരു വാക്ക് ഈ വാക്കായിട്ട് മാറിയെങ്കിൽ ഈ വാക്ക് എന്തായിട്ട് മാറും? സിമ്പിൾ നോക്കിക്കോണേ. ഏതാണ്ട് MAT ആദ്യത്തെ 3 അക്ഷരങ്ങൾ അത് അവിടെ പോയി എന്തായിട്ട് മാറി? അത് ഈ മൂന്നാമൻ ഒന്നാമനായി, നടുക്കുള്ള ആൾക്ക് മാറ്റുകയില്ല. ഒന്നാമൻ മൂന്നാമൻ മീൻസ് എന്ത് ചെയ്തു? ഇത് തിരിഞ്ഞു വന്നു. ഓക്കെ ആണോ? അതുപോലെ TER എന്തായിട്ട് മാറി? RET ആയിട്ട് മാറി. എന്ന് വെച്ചാൽ ഇതും തിരിഞ്ഞു വന്നു. എങ്കിൽ ഇവിടെ മാറ്റം കാണുന്ന മാർഗം എന്തുവാ? ഇവിടെയും ആകപ്പാട് 6 പേരല്ല ഉള്ളത്, 2 ആട്ടൊക്കെ മുറിക്കാം. ആദ്യം കാണുന്ന മാർഗം എന്തുവാ? ഫസ്റ്റ് 3 ആദ്യത്തെ 3 മാത്രം എടുക്കാം, തിരിക്കാം. എന്ത് സംഭവിക്കും? ആദ്യം M വരണം, പിന്നെ I വരണം, പിന്നെ T വരണം. അടുത്ത കേസിൽ എന്ത് സംഭവിക്കും? ആദ്യം R വരണം, പിന്നെ E വരണം, പിന്നെ B വരണം. ഓക്കെ ആണോ? സോ ആൻസർ ഈസ് ഈക്വൽ ടു MITREB. അടുത്ത ദിവസത്തിലേക്ക് പോകാം. രക്തബന്ധമാണ്. A Xന്റെ സഹോദരിയാണ്, X Yയുടെ മകളാണ്, Y ഇസഡിൻ്റെ മകളുമാണെങ്കിൽ എക്ക് ഇസഡുമായുള്ള ബന്ധം കാണാൻ പറയുക. 4 ഓപ്ഷൻസും ഉണ്ട്. ഓപ്ഷൻസ് അമ്മ, പൗത്രി, അമ്മാവൻ, അച്ഛൻ. ഒന്ന് വരച്ച് നോക്കാം. ഫസ്റ്റ് കേസ് പറയുന്നു എ എക്സിൻ്റെ സഹോദരിയാണ്. അപ്പം എക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ എക്സ് ഇതാണ്, എക്സിൻ്റെ സഹോദരിയാണ് എ. അപ്പം സഹോദരിയാണ് എ, സഹോദരിയാണ് എ. ഓക്കെ ആണല്ലോ? വീണ്ടും നോക്കണം. ഇനി എക്സ് വൈയുടെ മകളാണ്. വൈ ഒരു വ്യക്തിയാണെങ്കിൽ ആ വൈ എന്ന് പറയുന്ന ആളുടെ മകളാണ് എക്സ്, വൈയുടെ മകളാണ് എക്സ്. ഓക്കെ ആണോ? വീണ്ടും പറയുന്നു ഈ വൈ എന്ന് പറയുന്ന ആൾ ഇസഡിൻ്റെ മകളാണ്. അപ്പോൾ നോക്കിക്കേ, ഇസഡ് എന്ന് പറയുന്ന ആളുടെ മകളാണ് ആരാ? വൈ. ഓക്കെ ആണോ? ഇത്രയാണ് അണ്ട് എക്സിൻ്റെ സഹോദരിയാണ് എ, വൈയുടെ മകളാണ് എക്സ്, ഇസഡിൻ്റെ മകളാണ് വൈ എന്നും പറയുന്നു. ഓക്കെ ആണല്ലോ? അപ്പോൾ വൈയുടെ മകളാണ്, ഇസഡിൻ്റെ മകളാണ് വൈ എങ്കിൽ വൈ ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയുടെ 2 മക്കളാണ് ഈ 2 പേര്. അതിനകത്ത് വൈയുടെ മകളാണ് എക്സ് എന്ന് പറയുന്നു. ഓക്കെ അല്ലയോ? ആ എക്സ് എന്ന് പറയുന്ന സഹോദരിയാണ് എ എന്ന് പറയുന്നുവെങ്കിൽ ഉറപ്പായിട്ടും ഈ വൈ എന്ന് പറയുന്ന ആളും എക്സ് എന്ന് പറയുന്ന ആളും എ എന്ന് പറയുന്ന ആളും എന്താ? സ്ത്രീകളാണ്. അതിനകത്ത് എക്സും എയും സഹോദരിമാരാണ്. ആ 2 സഹോദരിമാരുടെ അമ്മയാണല്ലോ വൈ. ഇപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുവാണ്, എ എന്ന് പറയുന്ന ആൾക്ക് ഇസഡുമായുള്ള ബന്ധം ചോദിക്കുക. ഓക്കെ ആണോ? അതായത് ഇസഡ് എന്ന് പറയുന്ന ആളുടെ മകളുടെ മകളല്ലേ എ, മകളുടെ മകളെ എന്ത് വിളിക്കും? പൗത്രി. ഉത്തരം എന്തായിരിക്കും? പറ. ഓപ്ഷൻ ബി ആണ് പൗത്രി. ഓക്കെ ആണല്ലോ? ഇതിലേക്ക് പോകാം. ഒരാൾ തെക്ക് ദിശയിലേക്ക് 3 കിലോമീറ്റർ പോകുന്നു, അവിടുന്ന് വലത്തോട്ട് കിലോമീറ്റർ പോകുന്നു. അതിനുശേഷം വലത്ത് ഇടത്ത് വലത്ത് ഇടത്ത് വലത്ത് ഇടത്ത് ഇങ്ങനെ വീണ്ടും വീണ്ടും ഓരോ കിലോമീറ്റർ പോയെങ്കിൽ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ നിന്നും ഇപ്പം നിൽക്കുന്ന പോയിന്റിലേക്കുള്ള അകലം കാണാൻ പറയുക. ഞാനിവിടെ പടം ഓൾറെഡി വരച്ചിട്ടുണ്ട്, നോക്കിക്കോണേ. ഇതാണ്ടേ, എപ്പോഴും ഒരു ദിശയുടെ കേസ് ക്വസ്റ്റ്യൻ പറയുന്ന സമയത്ത് ആദ്യം കോമ്പസ് വരയ്ക്കണം. കോമ്പസ് പറയാൻ എപ്പോഴും മുകൾ ഭാഗം നോർത്ത് ആയിരിക്കും, താഴെ സൗത്ത് ആണ്, ഈസ്റ്റ് വെസ്റ്റ് ആണ്. ഇതാണ് എപ്പോഴും സ്റ്റാർട്ടിംഗ് പോയിന്റ്. താഴേക്ക് പോയാൽ സൗത്ത്, മേപ്പോട്ട് പോയാൽ നോർത്ത്, അവിടെ അങ്ങോട്ടേക്ക് പോയാൽ ഈസ്റ്റ്, ഇങ്ങോട്ട് പോയാൽ വെസ്റ്റ്. ആദ്യം പുള്ളി എങ്ങോട്ട് പോയി? തെക്കോട്ട് പോവാണല്ലോ. തെക്കോട്ട് എന്ത് ചെയ്യണം? പറ. തെക്കോട്ട് മീൻസ് എന്താ? താഴേക്ക്. താഴേക്ക് എത്ര പോയി? 3 കിലോമീറ്റർ പോയി. അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്യാൻ പോയാൽ വലത്തുനിന്ന് ഈ താഴേക്ക് പോകുന്ന വ്യക്തിയുടെ വലതുകൈ ഇപ്പുറത്താണല്ലോ, വലതുകൈ നിൽക്കുന്ന ഭാഗത്തേക്ക് പോയാൽ വലത്ത്, മറ്റൊരു പറഞ്ഞാൽ ക്ലോക്ക് വൈസ് പോയാൽ വലത്ത്. ഓക്കെ അല്ലയോ? ഇടതുകൈയുടെ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഇടത്ത്. ഓക്കെ ആണല്ലോ? വലത്തോട്ട് പറയുന്നതായിരിക്കും. വലത്തോട്ട് മീൻസ് ഇങ്ങോട്ട് 1 കിലോമീറ്റർ പോയി. വീണ്ടും അദ്ദേഹം എന്ത് ചെയ്തു? വലത്തോട്ട് പോയി മുകളിലേക്ക്. ഓക്കെ അല്ലേ? കാര്യം ഇങ്ങോട്ട് പോകുന്നവൻ്റെ വ്യക്തിയുടെ വലതുകൈ മുകളിലാണ്. സോ മുകളിൽ മീൻസ് മുകളിലേക്ക് പോകുകയാണെങ്കിൽ മാത്രമേ വലത്താകത്തുള്ളൂ. ഓക്കെ അല്ലേ? വീണ്ടും എന്ത് ചെയ്തു? ഈ മുകളിലേക്ക് പോകുന്ന ആൾ എന്ത് ചെയ്യാൻ പോവാ? വീണ്ടും ഇടത്തോട്ട് പോകാൻ പോവാ. ഇടത്തോട്ട് മീൻസ് അർത്ഥം മുകളിലേക്ക് പോകുന്ന വ്യക്തിയുടെ ഇടത് കൈ ഇപ്പുറത്താണല്ലോ, അങ്ങോട്ട് പോയി ഇടത്ത്. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. ഇടത്തോട്ട് വീണ്ടും പോയി. വീണ്ടും എന്ത് ചെയ്തു? പുള്ളിക്കാരൻ വലത്തോട്ട് 1 കിലോമീറ്റർ പോയി. വീണ്ടും ഇടത്തോട്ട് 1 പോയി. വീണ്ടും വലത്തോട്ട് പോയി. വീണ്ടും ഇടത്തോട്ട് പോയി നിന്നുവെങ്കിൽ ഇപ്പം നിൽക്കുന്ന ഈ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്കുള്ള ഈ ഒരു അകലം കാണാൻ പറയുക. നോക്കിക്കോണേ. ഇതാണ്ട ഇത്രയും ദൂരം 3. ഇതാണ്ട ഈ ദൂരം 1 ആണ്, ഈ ദൂരം 1 ആണ്, ഈ ദൂരം 1 സമയത്ത് 1 കൂട്ടി ആകാപ്പാട് 3 ഇല്ലേ? ഇത് 1 ആണ്, ഇതും 1 ആണ്, ഇത് 1 ആണ്. 1 + 1 + 1 3 ആയതുകൊണ്ട് ഉറപ്പായിട്ടും ഈ നിൽക്കുന്ന പോയിന്റും ഈ നിൽക്കുന്ന പോയിന്റും സെയിം ആണ്. കാരണം എന്തുകൊണ്ടാണ്? ഈ അകലം 3 അല്ലേ? മുകളിലേക്ക് പൊക്കം എത്ര? 3 ആണെങ്കിൽ ഉറപ്പായിട്ടും എന്താ? ഇതും
എന്താ സെയിം പോയിന്റ് ആയിരിക്കത്തില്ലയോ? ഇതെന്ത് കാണാൻ പറയുക? ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്നുള്ള ഇവിടെ അകലം കാണാൻ പറയുമ്പോൾ ഈ ഒരു അകലം കണ്ടെത്തിയാൽ പോരെ, ഈ അകലം കണക്കാക്കണം. കാണുന്ന സമയത്ത് ഇത്രയും അകലം 1, ഇത്രയും അകലം 1, ഇത്രയും അകലം 1, ഇത്രയും അകലം 1 ആണെങ്കിൽ ഈ ദൂരം കാണാൻ പറയുമ്പോൾ ഈ 1 പ്ലസ് ഈ 1 പ്ലസ് ഈ 1 പ്ലസ് 1 കൂട്ടിയാൽ പോരെ. കൂട്ടിക്കോ, 1 1 കൂട്ടിയാൽ 2, 2 1 കൂട്ടിയാൽ 3, 3 1 കൂട്ടിയാൽ എത്ര? 4. അതായത് ഇവിടുന്ന് ഇവിടം വരെ ആകപ്പാട് 4 കിലോമീറ്റർ ദൂരമുണ്ട് എന്ന് പറഞ്ഞാൽ ഈ അകലം തന്നെയാണ് ഇതേ പ്ലസ് ഇതേ പ്ലസ് ഇതേ പ്ലസ് ഇത്. ഓക്കെ ആണോ? ദൂരം ഈസ് ഈക്വൽ ടു 4 കിലോമീറ്റർ. പോകാം. 3 മണിക്ക് 4 മണിക്ക് ഇടയ്ക്ക് ക്ലോക്ക് സൂചികൾ വീണ്ടും ഓപ്പോസിറ്റ് ആകുന്ന തൊട്ടടുത്ത സമയം കാണാൻ ചോദിക്കുക. 3 മണിക്ക് 4 മണിക്ക് ഇടയ്ക്ക് ക്ലോക്ക് സൂചികൾ വീണ്ടും എതിർ ദിശയാകുന്ന അടുത്ത സമയം. ഇപ്പം നോക്കിക്കോണേ, തുടർച്ചയായ 2 സമയങ്ങൾക്കിടയ്ക്ക് ക്ലോക്ക് സൂചികൾ വീണ്ടും ഓപ്പോസിറ്റ് ആകുന്ന സമയം ചോദിച്ചാൽ സമവാക്യം ഇതാണ്. ആദ്യ സമയം എക്സും രണ്ടാം സമയം എക്സ് പ്ലസ് 1 ആണെങ്കിൽ എക്സ് മണിക്കും എക്സ് പ്ലസ് 1 മണിക്കും ഇടയ്ക്ക് ക്ലോക്ക് സൂചികൾ വീണ്ടും എതിർദിശയാകുന്ന സമയം കാണുന്ന സമവാക്യം ഇതാണ്. എക്സ് മണി കഴിഞ്ഞ് 60 ഇൻറ്റു എക്സ് പ്ലസ് ഓർ മൈനസ് 6/11. ഓക്കെ ആണല്ലോ? ഇവിടെ എക്സ് എന്ന് പറയുമ്പോൾ ഏതാ? 3 മണിയാണ്. കൊടുക്കാം 3 മണി. അപ്പോൾ സമവാക്യം എന്തായിരിക്കും? 3 മണി കഴിഞ്ഞ് 60 ഇൻറ്റു എക്സ് 3 ആണല്ലോ, 3 പ്ലസ് ഓർ മൈനസ് 6/11 മിനിറ്റ് ആണ് ഉത്തരം. ഇപ്പൊ ചിന്തിക്കാം, പ്ലസ് വരുമോ മൈനസ് വരുമോ? ഇങ്ങനെ ഓർത്ത് വെച്ചു, ഇവിടെ 3 എന്ന് പറയുന്ന സംഖ്യ 6നേക്കാളിൽ ചെറിയ സംഖ്യ ആയതുകൊണ്ട് 3 6 കുറയ്ക്കാൻ പറ്റുമോ? ഇവിടെ എക്സ് എന്ന് പറയുന്ന ആളുടെ വാല്യൂ 6നേക്കാളിൽ നിങ്ങൾ ചെറിയ സംഖ്യ കാണുകയാണെങ്കിൽ കൂട്ടുക. എക്സിൻ്റെ വില 6നേക്കാട്ടിൽ വലിയ സംഖ്യയാണെങ്കിൽ കുറയ്ക്കുക. കാര്യം എന്താ? ഈ ആദ്യ സംഖ്യ വലിയ സംഖ്യയാണെങ്കിൽ മാത്രമേ കുറയ്ക്കാൻ പറ്റൂ. ഇവിടെ ആദ്യ സംഖ്യ ചെറിയ സംഖ്യ ആണല്ലോ. അപ്പോൾ എന്ത് ചെയ്യാം? കൂട്ടാം. ഇപ്പോൾ ഉത്തരം കാണുന്ന 60 ഇൻറ്റു 3 പ്ലസ് 6/11 ആണല്ലോ. എന്ന് വെച്ചാൽ 3 മണി കഴിഞ്ഞ് 3 6 കൂട്ടിയ 9, 9 എത്ര? 50. മീൻസ് 540/11 മിനിറ്റ് ആണ് ഉത്തരം. എന്നുവെച്ചാൽ 3 മണി കഴിഞ്ഞ് മിനിറ്റ് കാണുന്ന മാർഗം എന്തുവാ? ഈ 540 എന്ന് പറയുന്ന സംഖ്യയെ സൈഡിൽ മറ്റുകൾ 11 കൊണ്ട് അങ്ങോട്ട് ഹരിക്കുകയാണെങ്കിൽ 11 അല്ല, സോറി, 4 44 ആണ്. കുറയ്ക്കുന്ന സമയത്ത് നോക്കിക്കോണേ, 1 വന്നു, 0 വന്നു, 0 വന്നു, 11 9 99, ശിഷ്ടം 1 ആയതുകൊണ്ട് എത്ര ആൻസർ കിട്ടി? 49 ആദ്യം എഴുതി. എന്തുകൊണ്ട് രചിച്ചു? പാനം താഴെ പറഞ്ഞു. ശിഷ്ടം മണ്ടയ്ക്ക് പറയുവാണെങ്കിൽ 3 മണി 49 ആൻഡ് 1/11 മിനിറ്റ് ആണ് ഉത്തരം. ഓക്കെ ആണോ? ഈ സമവാക്യം മറന്നു പോകണ്ട. സമവാക്യം എന്താ? എക്സ് മണി കഴിഞ്ഞ് 60 എക്സ് പ്ലസ് ഓർ മൈനസ് 6/11 ആണ്. ഓർക്കേണ്ട കാര്യം, ഇടയ്ക്ക് പ്ലസ്സും വരാം മൈനസും വരാം. ഈ എക്സ് എന്ന് പറയുന്ന ആളുടെ വാല്യൂ 6നേക്കാട്ടിൽ വലിയ സംഖ്യയാണ്, നിങ്ങൾ മൈനസ് കൊടുത്തു. എക്സ് ചെറുതാണെങ്കിലോ പ്ലസ് ചെയ്ത കാര്യം എന്താ? എക്സ് വലിയ സംഖ്യയാണെങ്കിൽ മാത്രമേ കുറയ്ക്കാൻ പറ്റൂ. ചെറിയ സംഖ്യയാണെങ്കിൽ എന്ത് ചെയ്യും? കൂട്ടും. ഓക്കെ ആണോ? ിലേക്ക് പോകാം. ഹരിയുടെ ഓർമ്മയിൽ അവൻ്റെ അച്ഛൻ്റെ പിറന്നാൾ ഫെബ്രുവരി മാസം 27 ശേഷമാണ്. പക്ഷേ അവൻ്റെ സഹോദരിയുടെ ഓർമ്മയിൽ അച്ഛൻ്റെ പിറന്നാൾ എന്ന് പറയും ഫെബ്രുവരി മാസം 28 മാർച്ച് 2 ഇടയിലാണ്. ഈ പറയുന്ന വർഷം എന്ന് പറയുമ്പോൾ 2011 അങ്ങനെയാണെങ്കിൽ ഹരിയുടെ അച്ഛൻ്റെ കൃത്യം പിറന്നാൾ കാണാൻ പറയുക. നോക്കിക്കോണേ, ഒന്നുമില്ല, നോക്കിക്കോണേ. 2011 പറയുന്ന ഈ വർഷം ഒരു സാധാരണ വർഷമാണ്. ആ വർഷം ഫെബ്രുവരി മാസം ആകെപ്പാട് 28 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഹരി പറയുന്നു അവൻ്റെ അച്ഛൻ്റെ പിറന്നാൾ എന്ന് പറയും ഫെബ്രുവരി മാസം 27 ശേഷമാണെന്ന് പറയുമ്പോൾ ഹരിയുടെ ഓർമ്മയിൽ പറയുകയാണെങ്കിൽ ഫെബ്രുവരി മാസം 27 ശേഷമുള്ള ദിവസങ്ങളായ ഫെബ്രുവരി 28 അല്ലെങ്കിൽ മാർച്ച് മാസം 1 അല്ലെങ്കിൽ 2 3 7 ദിവസങ്ങൾ വേണമെങ്കിൽ അച്ഛൻ്റെ പിറന്നാൾ വരാം. ഏതും വരാം. കൃത്യമായ ഓർമ്മയൊന്നുമില്ല, ശേഷം മാത്രം പറയാം. പക്ഷേ സഹോദരി കൃത്യമായിട്ട് പറയുന്നുണ്ട് അച്ഛൻ്റെ പിറന്നാൾ എന്ന് പറയുമ്പോൾ ഫെബ്രുവരി മാസം 28 മാർച്ച് 2 അടയ്ക്കാം. 2011 ഒരു സാധാരണ വർഷമാണ്. ഫെബ്രുവരി മാസം ആകപ്പാട് 28 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഫെബ്രുവരി മാസം 28 ശേഷമെന്ന് പറയുമ്പോൾ മാർച്ച് മാസമായല്ലോ. ഫെബ്രുവരി മാസം 28 ശേഷവും മാർച്ച് മാസം 2 എന്ന് പറയുന്ന ഈ 2 ഡേറ്റ്സുകൾക്കിടയ്ക്ക് ആകെ ദിവസം ആര് മാത്രമേ ഉള്ളൂ? അവിടെ മാർച്ച് മാസം 1 മാത്രമല്ല ഉള്ളു. ഓക്കെ ആണോ? അപ്പോൾ സഹോദരിയുടെ ഓർമ്മയ്ക്കകത്ത് മാർച്ച് മാസം 1 മാത്രമേ എന്തുള്ളൂ?
ബർത്ത്ഡേ ആയിട്ട് വരുന്നുള്ളൂ. നിങ്ങൾ ഓർക്കേണ്ട കാര്യം നോക്കി, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് രണ്ട് വ്യക്തികളുടെ കാര്യം പറയുന്നുണ്ടെങ്കിൽ ഈ രണ്ടു പേർക്കകത്തും വരുന്ന കോമൺ ഡേറ്റ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആ ഡേറ്റ് ആയിരിക്കും ആൻസർ. രണ്ടുപേർക്കും കോമൺ ഡേറ്റ് ആര് മാത്രമേ വന്നുള്ളൂ? മാർച്ച് 1 മാത്രം വന്നതുകൊണ്ട് അച്ഛൻ കൃത്യമായിട്ടും പറഞ്ഞാൽ മാർച്ച് 1-ാം തീയതി ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി സഹോദരിക്ക് കൂടി 1-2 ഡേറ്റ് ഉണ്ടെങ്കിൽ പോലും കുഴപ്പമില്ല. രണ്ടു പേർക്കകത്തും കൃത്യമായിട്ട് അല്ലെങ്കിൽ രണ്ടുപേരും കോമൺ ആയിട്ട് ഒരു ഡേറ്റ് മാത്രമേ വരത്തുള്ളൂ. ആ കോമൺ ഡേറ്റ് ആയിരിക്കും അയാളുടെ ബർത്ത്ഡേ. ഓക്കെയാണേ. ക്ലാസ്സിലേക്ക് പോകാം. മെന്റബിലിറ്റി ആണ്. സമയം എന്തായി എന്ന ചോദ്യത്തിന് ഒരാൾ ഉത്തരം പറഞ്ഞു. ദിവസത്തിൽ പിന്നിട്ട സമയത്തിൻ്റെ 1/7 ഭാഗവും ബാക്കി സമയം തുല്യമാണെങ്കിൽ ഇപ്പോൾ സമയം എത്ര എന്നാണ് ചോദ്യം. ദിവസത്തിൽ പിന്നിട്ട സമയത്തിൻ്റെ 1/7 ഭാഗവും ബാക്കി സമയം തുല്യമാണെങ്കിൽ ഇപ്പോൾ സമയം എത്ര? നോക്കിക്കോണേ, ഈ സമവാക്യം ഓർത്തു വെച്ചു. ഒരു ദിവസത്തിൽ പിന്നിട്ട സമയത്തിൻ്റെ 1/x ഭാഗവും ബാക്കി സമയം തുല്യമാണെങ്കിൽ ഇപ്പോൾ സമയം കാണുന്ന മാർഗ്ഗം ഇതാണ്. സമവാക്യം 24x/x+1 എന്നാണ് സമവാക്യം. സമവാക്യം എന്തുവാ? 24x/x+1 ആക്കിയാണല്ലോ. ഈ 1/x പകരം ആര് വന്നു? 1/7 വന്നില്ലേ? ഉറപ്പാട് എക്സിന്റെ വാല്യത്തിലായിരിക്കും. പറ 7 അല്ലയോ? 7 കൊടുത്താൽ പോരെ? കൊടുക്കാം. 24 × 7 ÷ 7+1 ഈസ് ഈക്വൽ ടു 24 × 7/7 1 8 8 3 24 7 3 21 വന്നു. എന്ന് വെച്ചാൽ ഇപ്പോൾ സമയം 21 മണിയായി. 21 മണി എന്ന് പറയുമ്പോൾ 24 hours ഫോർമാറ്റ് ആണ്. ഉച്ചയ്ക്ക് 12 മണി കഴിഞ്ഞില്ലേ? ഇയാളെ നോർമൽ ആക്കുന്നത് എങ്ങനെയാ? അതാക്കുന്ന മാർഗം 24 hour ഫോർമാറ്റ് സമയങ്ങൾ പറഞ്ഞാൽ അത് മാറ്റുന്ന മാർഗം ആ സമയത്തിൽ നിന്നും ഒരു 12 മണിക്ക് കുറച്ചാൽ മതി. ഉത്തരത്തിലും പറ 9. 9 എന്ന് പറയുമ്പോൾ ഉറപ്പാട് ഇതെന്താ? 21 മീൻസ് അർത്ഥം എന്താ? ഉച്ചയ്ക്ക് ശേഷമാണല്ലോ. അപ്പോൾ AM ആണോ PM ആണോ? PM അല്ലേ? ഉത്തരം 9 PM. ഓക്കെ ആണോ? ഇക്വേഷൻ മറന്നു പോകണ്ട. 24x/x+1 ക്ലിയർ ആണോ? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് മനസ്സിലായല്ലോ. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.